everyone, Paper 1 video series പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഈ ഒരു വീഡിയോ സീരീസിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു. കുറേ നാളുകൾക്ക് മുമ്പ് പേപ്പർ 1ന്റെ ഒരു മാരത്തൺ വീഡിയോ സീരീസ് നമ്മൾ ചെയ്തിരുന്നു. സോ അതിനകത്ത് ഓരോ മൊഡ്യൂളിൻ്റെയും പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് സീരീസാണ് ഈ വീഡിയോസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ അതിനകത്ത് നിങ്ങൾക്ക് മെയിനായിട്ട് ഓരോ മൊഡ്യൂളിലെയും പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചു. അതിൻ്റെ സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. സോ അതിൽ നിന്ന് കുറച്ചുകൂടി എക്സ്ട്രാ ഏരിയാസ് അല്ലെങ്കിൽ അതിനോട് നിങ്ങൾക്ക് ആഡ് ഓൺ ചെയ്ത് പഠിക്കാൻ സാധിക്കുന്ന കുറച്ച് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഈ വീഡിയോ സീരീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ നമ്മൾ ഓൾറെഡി ലോജിക്കൽ റീസണിങ്ങും ICTയും എക്സ്പ്ലോർ ചെയ്തിരുന്നു. സോ ഈ സെഷനിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന മൊഡ്യൂളാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ മാരത്തൺ വീഡിയോയിൽ ഇതിലെ പ്രധാനപ്പെട്ട കുറേ ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിച്ചു. സോ ആ മാരത്തൺ വീഡിയോയുടെ ഉദ്ദേശം എന്തായിരുന്നു? മേജറായിട്ട് ഈ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യുക, അതിൽ നിന്ന് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള സാമ്പിൾ ക്വസ്റ്റ്യൻസ് പരിശോധിക്കുക. സോ ദാറ്റ് നിങ്ങളുടെ പഠനത്തിലൊരു ഐഡിയ കിട്ടും. നമുക്ക് എന്താണ് പഠിക്കേണ്ടതെന്നുള്ളത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാനും അതെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരിക എന്നുള്ള ഉദ്ദേശത്തിലുമാണ് മാരത്തൺ വീഡിയോ നമ്മൾ ചെയ്തിരുന്നത്. സോ അതിനകത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. ക്വസ്റ്റ്യൻ വളരെ ഇൻറ്റൻസീവായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തു. സോ ഈ സെഷനിൽ അവിടെ നമ്മൾ മെൻഷൻ ചെയ്യാത്ത അതിനോട് കൂട്ടിച്ചേർത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന അതിലുള്ള ചില ഏരിയാസിൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ചില ഏരിയാസാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്. സോ മാരത്തൺ വീഡിയോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മാരത്തൺ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഓൾറെഡി മാരത്തൺ വീഡിയോ കണ്ടവരാണെങ്കിൽ അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഇനി അതല്ല, നിങ്ങൾ മാരത്തൺ വീഡിയോ കണ്ടിട്ടില്ല, നിങ്ങൾക്കത് ഹെൽപ്ഫുൾ ആകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മാരത്തൺ വീഡിയോയുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം ഇതിലേക്ക് വരാവുന്നതാണ്. അതുമാത്രമല്ല, ഈ ഒരു സ്പെസിഫിക് വീഡിയോ സീരീസിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ലോജിക്കൽ റീസണിങ്ങിൻ്റെ ICTയുടെയും ഈ രണ്ട് മൊഡ്യൂളിൻ്റെ വീഡിയോസിൻ്റെ ലിങ്ക്സ് അതും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ വീഡിയോസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സാമിന് ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. സോ കമ്മിങ് സ്പെസിഫിക്കലി ടു ദിസ് വീഡിയോ, നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് ഇന്നത്തെ സെഷനിൽ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഏതൊക്കെ ഏരിയാസാണ്? 5 പ്രധാനപ്പെട്ട ഏരിയാസ് ആയിരിക്കും ഈ സെഷനിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അതിൽ ആദ്യത്തെ ഏരിയ അല്ലെങ്കിൽ ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോപ്പറേറ്റീവ് ലേണിംഗ് ആണ്. ഈ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഏരിയ അല്ലെങ്കിൽ ഈ ടോപ്പിക് ഏത് ഏരിയയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഓൾറെഡി നമ്മുടെ മാരത്തൺ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് അനാലിസിസ് നമ്മൾ നടത്തുന്ന സമയത്ത് ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീച്ചിങ്ങിനും ലേണിങ്ങിനുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. സോ അതിൻ്റെ അണ്ടറിൽ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ഒരു ടോപ്പിക്കാണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ദെൻ വി ഹാവ് ടൈപ്സ് ഓഫ് മെമ്മറി. സോ ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഓക്കെ ICTയിൽ നമ്മൾ ടൈപ്സ് ഓഫ് മെമ്മറി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ഈ ടൈപ്സ് ഓഫ് മെമ്മറി എന്ന് നമ്മൾ വിചാരിക്കാനായിട്ട് സാധ്യതയുണ്ട്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന മെമ്മറി ടൈപ്സ് എന്താണ്? ഹ്യൂമൻ മെമ്മറിയാണ്. ഹ്യൂമൻ മെമ്മറി ആയിട്ട് ബന്ധപ്പെട്ട് ചില ടൈപ്സും അതിൻ്റെ സബ് കാറ്റഗറീസ് ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്നും റീസെൻറ്റ് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ വി ഹാവ് ലോസ് ഓഫ് ലേണിംഗ്. ടീച്ചിങ് ലേണിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസും അതുമായിട്ട് ബന്ധപ്പെട്ട കോൺസെപ്റ്റുകളും ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാറുണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ. സോ അവിടെ നിങ്ങൾക്ക് സിഗ്നിഫിക്കൻ്റ്ലി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ് ലോസ് ഓഫ് ലേണിംഗ്. നമുക്ക് പ്രൈമറി ലോസ് ആൻഡ് സെക്കൻഡറി ലോസ് ഉണ്ട്. സോ അതാണ് ആ ടോപ്പിക്കിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ടീച്ചിങ് ലേണിംഗ് തിയറീസ് എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആണോ അതിനോട് കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് വേറെ ഏരിയാസ് കൂടി എക്സ്പ്ലോർ ചെയ്യപ്പെടുന്നത് നമുക്ക് വളരെ റീസെൻറ്റ് എക്സാംസിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇപ്പം നമ്മൾ ഇപ്പം മെമ്മറി എന്ന് പറയുന്നൊരു ഏരിയയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് മോറൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളത്. ഇൻ്റലിജൻസ് പോലുള്ള കോൺസെപ്റ്റുകളും വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് നെറ്റ് എക്സാമിൽ എക്സ്പ്ലോർ ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ ഇവിടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ പ്രൈമറിലി ഫോക്കസ് ചെയ്യുന്നത് മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആശയമാണ്. സോ മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 തിയറിസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. പിയാഷയുടെ തിയറി ഉണ്ട് ആൻഡ് ഓൾസോ വി ഹാവ് കോൾബർഗ്സ് തിയറി ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ്. സോ നമുക്ക് നെറ്റ് എക്സാമിൽ കൂടുതലായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുകയും ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്യുന്നത് കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. സോ അതായിരിക്കും നമ്മൾ ഈ സെഷനിൽ ഫോക്കസ് ചെയ്യുക. Then the fifth session or the fifth topic that we are going to discuss in this session is choice-based credit system or CBCS. So ഈ ഒരു ടോപ്പിക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു അപ്ഡേറ്റഡ് ടോപ്പിക്കാണോ, അല്ലെങ്കിൽ നമ്മുടെ സിലബസിൽ തന്നെ ബേസിക്കലി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസിൽ തന്നെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അപ്ഡേറ്റഡ് ഏരിയാസിൻ്റെ ലിസ്റ്റിൽ ഇതിനെ ഉൾപ്പെടുത്തിയത് എന്നൊരു കൺഫ്യൂഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. സോ CBCS അല്ലെങ്കിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ബേസിക്കലി ഇവാലുവേഷൻ്റെ പാർട്ടായിട്ടാണ് നമുക്ക് സിലബസിൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്.
സോ നിങ്ങൾ ഇതിന് മുമ്പുള്ള എക്സാംസ് ആ ഒരു സിലബസ് വന്നതിന് ശേഷമുള്ള എക്സാംസിലൊക്കെ നോക്കുമ്പോൾ ഇവാലുവേഷനിൽ നിന്നും അവർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ടൈപ്സ് ഓഫ് ഇവാലുവേഷനാണ്. അതായത് ഫോർമേറ്റീവ് ഇവാലുവേഷൻ അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവാലുവേഷൻ്റെ ടൈപ്സ് ഉണ്ട്. അതിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ പിന്നീടുള്ള എക്സാമുകൾ അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് അല്ലെങ്കിൽ ചോദിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ CBCS അല്ലെങ്കിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ നിന്ന് അങ്ങനെ അധികം ഒരു ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണമൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല. പക്ഷേ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിൽ അവർ അതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നതും സ്പെസിഫിക് ആയിട്ടുള്ള വളരെ സ്പെസിഫിക്കലി വളരെ നമുക്ക് അതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളാണ്. എങ്കിൽ പോലും വളരെ സ്പെസിഫിക് ആയി CBCSനെ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ സിലബസിൽ ഓൾറെഡി ഇത് മെൻഷൻഡ് ആണെങ്കിൽ പോലും അതിൽ നിന്നുള്ള ചോദ്യങ്ങളുടെ ഒരു എന്താ പറയുക, അത് നമുക്ക് കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണുന്നത് പിന്നീട് വന്നിട്ടുള്ള റീസെൻ്റ് ആയിട്ടുള്ള എക്സാമുകളിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇവിടെ ആഡ് ഓൺ ചെയ്തു. നമ്മൾ മാരത്തൺ വീഡിയോയിൽ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഏരിയ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നു. അവിടെ നമ്മൾ ആ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ എന്നുള്ളൊരു ആസ്പെക്റ്റ് ആയിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഈ ഫോർമേറ്റീവ്, സമ്മേറ്റീവ്, പ്ലേസ്മെൻറ്റ്, ഡയഗ്നോസ്റ്റിക്, അതുപോലെ നോം റെഫറൻസ്, ക്രൈറ്റീരിയൻ റെഫറൻസ്, അങ്ങനെയുള്ള ഇവാലുവേഷൻ ടൈപ്സ് ആണ് നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത്. ഈ CBCSനെ കുറിച്ച് നമ്മൾ അവിടെ മെൻഷൻ ചെയ്തിരുന്നില്ല. അതുകൊണ്ടാണ് പിന്നെ അതിന് റീസെൻ്റ് ആയിട്ടുള്ള എക്സാമിൽ കിട്ടിയിട്ടുള്ള ഒരു പ്രാതിനിധ്യം കൂടെ കണക്കിലെടുത്താണ് ഈ ടോപ്പിക് കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന മൊഡ്യൂളിനെ കുറിച്ചുള്ള നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ബേസിക് ആയിട്ട് വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തിയറീസ് ഇതിനകത്ത് പഠിക്കാറുണ്ട്. തിയററ്റിക്കൽ ആയിട്ടുള്ള വളരെ കോൺസെപ്ച്വൽ ആയിട്ടുള്ള ഐഡിയാസ് നമ്മളിവിടെ ഡീൽ ചെയ്യാറുണ്ട്. അത് അതിൻ്റെ ഒരു ഭാഗമാണ്. വളരെ സിഗ്നിഫിക്കൻ്റായി നിങ്ങൾക്ക് ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അതുപോലെ തന്നെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് എക്സാമിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള MCQസിനോടും അപ്പോൾ ഈ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിലും ടീച്ചിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷണൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളും തിയറികളൊക്കെ നിങ്ങൾക്ക് അറിയണം. അതറിയാവുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളും അതോടൊപ്പം തന്നെ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ടീച്ചിങ്ങിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ കോൺസെപ്റ്റ്സ് പഠിച്ചതിന് ശേഷം നന്നായി ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ബേസിക്കലി നമുക്ക് ടീച്ചിങ്ങിൽ ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഏരിയാസ് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനായിട്ട് പോകുന്ന ഓരോ ഏരിയാസ് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. സോ നമ്മൾ ലിസ്റ്റിൽ ആദ്യം കണ്ട ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഏരിയ ആണ്, അല്ലേ? അപ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സിൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ്. നമ്മൾ ഓൾറെഡി മെത്തേഡ്സ് ഓഫ് അല്ലെങ്കിൽ ടീച്ചിങ് ലേണിംഗ് മെത്തേഡ്സിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി നമ്മളതൊരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ അതിനണ്ടറിൽ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കോപ്പറേറ്റീവ് ലേണിംഗ് പോലെ തന്നെ കൊളാബറേറ്റീവ് ലേണിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആയിട്ട് പതിയെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ സോ ഫാർ എക്സാംസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ് എന്നുള്ള ചോദ്യങ്ങൾ അധികമായിട്ട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. സോ മെയിനായിട്ട് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ് വരുന്നതെന്ന് ചോദിച്ചാൽ ഈ കോപ്പറേറ്റീവ് ലേണിംഗിൽ നമുക്ക് 5 ബേസിക് സ്റ്റെപ്സ് അല്ലെങ്കിൽ 5 ബേസിക് എലമെൻറ്റ്സ് ഉണ്ട്. ആ എലമെൻറ്റ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് പൊതുവിൽ കോപ്പറേറ്റീവ് ലേണിംഗിൽ നിന്ന് അവർ ചോദിക്കാറുള്ളത്. സോ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തരും. എന്നിട്ട് അതിൽ നിന്ന് ഈ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ ബേസിക് സ്റ്റെപ്സ് ഏതൊക്കെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ള തരത്തിലാണ് ചോദ്യങ്ങൾ നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് നോക്കാം. അതിനുശേഷം ആ 5 സ്റ്റെപ്സ് അല്ലെങ്കിൽ ആ ബേസിക് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ? കോപ്പറേറ്റീവ് ലേണിംഗ് ആസ് എൻ ഇൻസ്ട്രക്ഷണൽ മെത്തേഡ് ഇൻ വിച്ച് സ്റ്റുഡൻസ് വർക്ക് ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ടു അക്കംപ്ലിഷ് എ കോമൺ ലേണിംഗ് ഗോൾ. അപ്പോൾ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റുഡൻസ് അല്ലെങ്കിൽ ലേണേഴ്സ് അവർ ചെറിയ ഗ്രൂപ്പുകളായി അവർക്ക് എന്തെങ്കിലും ഒരു ലേണിംഗ് ഒരു കോമൺ ലേണിംഗ് ഗോൾ ഉണ്ടാവും. അപ്പോൾ ആ ലേണിംഗ് ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് അവരൊരു സ്മോൾ ഗ്രൂപ്പായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്യുന്നൊരു പ്രോസസ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ലേണിംഗ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷണൽ മെത്തേഡിനെയാണ് നമ്മൾ കോപ്പറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദേ വർക്ക് ടുഗെദർ, ദി സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ഇൻ ഓർഡർ ടു അക്കംപ്ലിഷ് എ കോമൺ ലേണിംഗ് ഗോൾ. ഓക്കെ, അപ്പം ഇതതിൻ്റെ പൊതുവായിട്ടുള്ള എന്താണ് കോപ്പറേറ്റീവ് ലേണിംഗ് എന്നതിൻ്റെ ഒരു ഡെഫിനേഷൻ. സോ ഇനി നമ്മൾ സ്പെസിഫിക്കലി എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫോക്കസിലേക്ക് നമ്മൾ വരികയാണ്. 5 ബേസിക് സ്റ്റെപ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എലമെൻറ്റ്സ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസിൽ ചോദിക്കാറുണ്ട്. സോ 5 ബേസിക് സ്റ്റെപ്സ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. സോ വി ഹാവ് പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ്, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, ഗ്രൂപ്പ് പ്രോസസ്സിംഗ്, ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ്, പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ. സോ ബേസിക്കലി പറഞ്ഞാൽ ഈ 5 ടേംസ് അല്ലെങ്കിൽ ഈ 5 ബേസിക് എലമെൻറ്റ്സിൻ്റെ പേരുകൾ പഠിച്ചു വയ്ക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമുക്ക് സോ ഫാർ ക്വസ്റ്റ്യൻസിൽ കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻസിൻ്റെ നേച്ചർ എന്ന് പറയുന്നത്.
പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് എന്താ ഈ ഓരോ ടേംസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ബേസിക് ആയിട്ടൊന്ന് അറിഞ്ഞു പോകുന്നത് നന്നായിരിക്കും. ബിക്കോസ് നാളെ വേണമെങ്കിൽ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ലിസ്റ്റൊക്കെ പഠിക്കുന്ന ചോദ്യങ്ങളിൽ പിന്നീടുള്ള എക്സാമുകൾ അവർ അതിനെ മാച്ച് ദ ഫോളോയിങ് ആക്കി ആ ഓരോ സ്റ്റെപ്പും അല്ലെങ്കിൽ എലമെൻറ്റും എന്താണെന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് കൂടി നമുക്കുണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കാണാറുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അതെന്താണ് ഈ ഓരോ സ്റ്റെപ്സും അല്ലെങ്കിൽ എലമെൻറ്റ്സ് ഓരോന്നും എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും വളരെ നന്നായിരിക്കും. സോ എന്താണ് ഈ പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ? സ്റ്റുഡൻസ് വർക്ക് ആസ് കൊഹേസീവ് ഗ്രൂപ്പ്സ് ടു അച്ചീവ് ഷെയർഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഒരു പോസിറ്റീവ്ലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് അവർ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണ്. അതിനെയാണ് നമ്മൾ പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറയുന്നത്. സോ ദേ ആർ വർക്കിംഗ് ടുഗെദർ, ദേ ആർ ഡിപ്പെൻഡിങ് ഓൺ ഈച്ച് അതർ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ, ആൻഡ് ദേ ആർ വർക്കിംഗ് ടുഗെദർ ഇൻ സ്മോൾ ഗ്രൂപ്പ്സ് ഇൻ ഓർഡർ ടു അച്ചീവ് സം ഷെയർഡ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്. അതിനെയാണ് പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് എന്ന് പറയാം. ഇനി ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ആണ് രണ്ടാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ എലമെന്റ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്? സ്റ്റുഡൻസ് ഡു ദെയർ ബെസ്റ്റ് വർക്ക്, ഷെയർ ഐഡിയാസ് ആൻഡ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫംഗ്ഷൻ എഫിഷ്യൻ്റ്ലി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ, നമ്മളൊരു ചെറിയ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൂപ്പിലെ ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ബെസ്റ്റായി ഈ ഗ്രൂപ്പ് പ്രോപ്പറായി ഫങ്ഷൻ ചെയ്യാനായിട്ട് അവരുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആ ഒരു ആസ്പെക്റ്റിനെയാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ദി സ്റ്റുഡൻസ് ദേ വർക്ക് ടുഗെദർ, ദേ ഡു ദെയർ ബെസ്റ്റ്. അവർക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന അവരുടെ മാക്സിമം കപ്പാസിറ്റിയിൽ അവർ വർക്ക് ചെയ്യുന്നു, അവരുടെ ഐഡിയാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. സോ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ഈ ഗ്രൂപ്പ് നന്നായി എഫിഷ്യൻ്റായി ഫങ്ഷൻ ചെയ്യണം. അതിനാണ് ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. ഓരോ ഇൻഡിവിജ്വലിനും ഗ്രൂപ്പിനോട് ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ അത് കേറ്റർ ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രൂപ്പ് പ്രോസസ്സിംഗ് എന്താ? ബൈ റിഫ്ലെക്റ്റിംഗ് ഓൺ ദി ലേണിംഗ് പ്രോസസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദി ഗ്രൂപ്പ് ഇംപ്രൂവ്സ്. അതായത് അതിനകത്ത് ആ ലേണിംഗ് പ്രോസസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും കോൺട്രിബ്യൂഷൻ എന്താണ്, അത് ഇഫക്റ്റീവ് ആണോ എന്ന് പരിശോധിച്ചതിന് ശേഷം ഗ്രൂപ്പിന് മൊത്തത്തിലുള്ള ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സാധ്യതകൾ ഓപ്പൺ ആകും. അതാണ് ഗ്രൂപ്പ് പ്രോസസ്സിംഗ്. ബൈ റിഫ്ലെക്റ്റിംഗ് ഓൺ ദി ലേണിംഗ് പ്രോസസ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദി ഗ്രൂപ്പ് ഇംപ്രൂവ്സ്. ആ ഒരു അവർ ഉദ്ദേശിക്കുന്ന ആ ലേണിംഗ് പ്രോസസ്സ് അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആ ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, അതിനെക്കുറിച്ച് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഗ്രൂപ്പിൻ്റെ മൊത്തത്തിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ട്, അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ കുറച്ചുകൂടി ഇംപ്രൂവ്ഡ് ആയിട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഗ്രൂപ്പ് പ്രോസസ്സിൻ്റെ ഭാഗമാണ്. ദെൻ ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ്. ഓഫ് കോഴ്സ് നമ്മളൊരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ ദെയർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ, അല്ലെങ്കിൽ ഒരു സ്മോൾ ഗ്രൂപ്പ് ആണെങ്കിൽ കുറച്ച് ആളുകൾ അതിനകത്തുണ്ട് അല്ലേ. അപ്പം അവരോട് എങ്ങനെ നമുക്ക് ഇടപെടുകാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ ഒന്നിച്ചൊരു ഗ്രൂപ്പിൽ നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നു, അവരോട് എങ്ങനെ നമുക്ക് നമ്മുടെ ആശയങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും, ഇതൊക്കെ സിഗ്നിഫിക്കൻ്റ് ആണ്. സോ ഇന്റർപേഴ്സണൽ സ്കിൽസ് അല്ലേ, മറ്റൊരാളുമായിട്ട് നമുക്ക് സഹകരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ. സോഷ്യൽ സ്കിൽസ്, നമുക്ക് ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കാനായിട്ടുള്ള സ്കിൽസ്, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇന്റർപേഴ്സണൽ സോഷ്യൽ സ്കിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഈ പറയുന്ന കോപ്പറേറ്റീവ് ലേണിംഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസ് ആണ്. സോ സ്റ്റുഡൻസ് വർക്ക് ടുഗെദർ, ട്രസ്റ്റ് ഈച്ച് അതർ ആൻഡ് റിസോൾവ് കോൺഫ്ലിക്ട്സ് കൺസ്ട്രക്റ്റീവ്ലി ടു അച്ചീവ് എ കോമൺ ഗോൾ. അപ്പോൾ ദി വർക്ക് ടുഗെദർ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിച്ച് അവർ ഉദ്ദേശിക്കുന്ന ഒരു ഗോളിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. Then we have promotive interaction എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റുഡൻസ് അസിസ്റ്റ് ആൻഡ് ഇന്ററാക്ട് വിത്ത് ഈച്ച് അതർ ടു സോൾവ് പ്രോബ്ലംസ്. സോ ഇവിടെ എന്താണ്, ഒരു ഗ്രൂപ്പിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദേ ഇന്ററാക്ട്, ദി അസിസ്റ്റ്, ഒരാൾക്ക് വേണ്ട ഹെൽപ്പ് എന്ത് ചെയ്യാണ് മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ അവരെ വേണ്ട എൻകറേജ്മെൻറ്റ്സ് കൊടുക്കുന്നു. ദേ ഇന്ററാക്ട് ടു ഈച്ച് അതർ. അവർക്ക് കൊടുത്തിരിക്കുന്ന ആ ലേണിംഗ് ഒബ്ജക്റ്റീവ് കൃത്യമായിട്ട് അവർക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയും ഇന്ററാക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ദേ ആർ ഗ്രോയിങ് ടുഗെദർ അല്ലേ. അപ്പോൾ അതാണ് പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളിതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന 5 ബേസിക് എലമെന്റ്സിനെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഐഡന്റിഫൈ ആയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞു. സോ 1-2 സാമ്പിൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. Which of the following are the elements of cooperative learning? We have the options given as individual accountability, positive interdependence, promotive interaction, social skills and group processing. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് എല്ലാം നമ്മൾ കണ്ടതാണ് അല്ലേ. ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി ഉണ്ട്, പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് ഉണ്ട്, പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ ഉണ്ട്, സോഷ്യൽ സ്കിൽസ് അവിടെ നമ്മൾ ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ് എന്നാണ് പറഞ്ഞത്. ബട്ട് ഡെഫിനറ്റ്ലി സോഷ്യൽ സ്കിൽസ് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാം.
ഗ്രൂപ്പ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ തന്നിരിക്കുന്ന 5 ഓപ്ഷൻസും കോപ്പറേറ്റീവ് ലേണിംഗിന്റെ എലമെന്റ്സ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. സോ A, B, C, D and E will be the right answer. A, B, C, D and E is option D. So the right answer is option D itself. Moving to the next question, December 2022 ചോദിച്ചതാണ്. ഇതിനു മുമ്പ് നമ്മൾ ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് കണ്ടിരുന്നത്. According to David and Johnson, which of the following are the basic elements of cooperative learning groups? അപ്പോൾ ഇങ്ങനെ സ്പെസിഫിക്കലി കുറച്ച് തിയറിസ്റ്റുകളുടെ ഇപ്പം ഈ ഡിസംബർ 2022 കോപ്പറേറ്റീവ് ലേണിംഗിൽ ചോദിച്ചിരുന്ന ക്വസ്റ്റൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റനും ഓരോ തിയറിസ്റ്റുകളുടെ പേര് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ചോദിക്കുന്നത്. പക്ഷേ അത് കോൺസെപ്റ്റ് സിമിലർ. ഈ തിയറിസ്റ്റുകളുടെ പേരുകൾ ഇങ്ങനെ മാറി മാറി ചോദിക്കാറുണ്ട്. പക്ഷേ കോപ്പറേറ്റീവ് ലേണിംഗിന്റെ എലമെന്റ്സ് ആയിരുന്നു ബേസിക് ഫോക്കസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിമുട്ടില്ല. സോ ഓപ്ഷൻസ് നോക്കിയാൽ സെൽഫ് കോൺസെപ്ച്വലൈസേഷൻ, ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, സ്കിൽ ഡെവലപ്മെന്റ്, പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ്, പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ. സോ ഇതിനകത്ത് നിങ്ങൾ നോക്കി ഏതൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മൾ കൃത്യമായിട്ട് ഇതിനകത്ത് നമ്മൾ കൃത്യമായി ആ പറഞ്ഞിരിക്കുന്ന എലമെന്റ്സിനകത്ത് എന്തൊക്കെയുണ്ട് അത് ഓപ്ഷൻസിൽ ഉണ്ടോ എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ ചിന്തിച്ചാൽ ഏതൊക്കെ ഓപ്ഷൻസ് ആൻസർ ആയിട്ട് വരണ്ടേ? ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി വരണം, പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ് വരണം, പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ വരണം. സെൽഫ് കോൺസെപ്ച്വലൈസേഷൻ, സ്കിൽ ഡെവലപ്മെന്റ് ഇതൊന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അവിടെ ഫോക്കസ് ചെയ്തിട്ടില്ല. ഇന്റർപേഴ്സണൽ ആൻഡ് സോഷ്യൽ സ്കിൽസ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. പക്ഷേ സ്കിൽ ഡെവലപ്മെന്റ് അവിടെ അങ്ങനെ ഒരു ടെർമിനോളജി നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടില്ല. സോ അങ്ങനെയാണെങ്കിൽ റൈറ്റ് ആൻസർ എന്താണ്? ഇൻഡിവിജ്വൽ അക്കൗണ്ടബിലിറ്റി, പോസിറ്റീവ് ഇന്റർഡിപെൻഡൻസ്, പ്രൊമോട്ടീവ് ഇന്ററാക്ഷൻ. B, D and E will be the right answer. B, D and E only is option C. So the right answer is option C itself. So moving to the next topic, that is ടൈപ്സ് ഓഫ് മെമ്മറി. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് മെമ്മറി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ എന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ദാറ്റ് ഇസ് ഹ്യൂമൻ മെമ്മറി അല്ലേ. ഹ്യൂമൻ മെമ്മറിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹ്യൂമൻ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള തിയറീസ് ഒക്കെ ഉണ്ട്. സോ അതുകൂടെ നോക്കാൻ കഴിഞ്ഞാൽ നന്നായിരിക്കും. ബട്ട് കൂടുതൽ ചോദ്യങ്ങൾ വളരെ സ്പെസിഫിക്കലി ടൈപ്സ് ഓഫ് മെമ്മറി എന്നുള്ള ഏരിയയിൽ തന്നെയാണ് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയാണ് ഈ ഹ്യൂമൻ മെമ്മറീനെ നമുക്ക് അതിനെ ഒന്ന് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ എന്തൊക്കെ ടൈപ്സ് ആണ് ഇതിനകത്തുള്ളത്, അതിൻ്റെ സബ് കാറ്റഗറീസ് എന്തൊക്കെയാണ്, അത് നമുക്ക് ജസ്റ്റ് ജനറലി ഒന്ന് നോക്കാം. സോ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് ബേസിക് ആയ ഹ്യൂമൻ മെമ്മറീനെ 3 ആയിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് സാധിക്കും. സെൻസറി മെമ്മറി ഉണ്ട്, ഷോർട്ട് ടേം മെമ്മറി ഉണ്ട്, ലോങ് ടേം മെമ്മറി ഉണ്ട്. അപ്പോൾ ഈ സെൻസറി മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ സെൻസസ് കൊണ്ട് ഇപ്പം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. പക്ഷെ അതെല്ലാം എന്താണ് നമ്മളുടെ ഓർമ്മയിലേക്ക് അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റേബിളായിട്ട് കുറച്ച് സമയത്തേക്കൊന്നും ചിലപ്പോൾ സൂക്ഷിച്ചു വെച്ചു എന്ന് വരില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കാണുന്നു അല്ലെങ്കിൽ കേൾക്കുന്നു. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ചുറ്റുപാട് എന്തെങ്കിലുമൊക്കെ നടക്കുന്നുണ്ടായിരിക്കും. മേ ബി നിങ്ങൾ അതിനെയൊക്കെ ഒന്ന് കണ്ട് കേട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ഒരു അറ്റൻഷൻ നമ്മൾ ചിലപ്പോൾ കൂടുതലായിട്ട് കൊടുത്തു എന്ന് വരില്ല. അപ്പം നമ്മൾ യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കാറുണ്ട്. പക്ഷെ ജസ്റ്റ് നമ്മൾ ആ ശ്രദ്ധിക്കുന്ന സമയത്ത് അതൊന്ന് കണ്ടു, അതിനുശേഷം നമ്മളതങ്ങ് വിടും അല്ലെങ്കിൽ നമ്മളങ്ങ് മറന്നു കാണും അല്ലേ. അപ്പം അങ്ങനെ നമ്മുടെ സെൻസ് ഓർഗൻസ് ത്രൂ നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മേ ബി കുറച്ച് സമയം നമ്മൾ അതങ്ങ് ശ്രദ്ധിക്കും. പിന്നെ അതിന് ഒരുപാട് അറ്റൻഷൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ അതങ്ങ് മറന്നു. അപ്പം അങ്ങനെ ഈ സെൻസറി അല്ലെങ്കിൽ സെൻസ് ഓർഗൻസ് ത്രൂ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമ്മളിങ്ങനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സെൻസറി മെമ്മറിയിൽ വരുന്നത്. അപ്പം അങ്ങനെ ഒരു മെമ്മറി ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു ലിങ്ക് കിട്ടും. നമ്മൾ കാണുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളൊക്കെ തമ്മിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആ കിട്ടുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമുക്കതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. പിന്നെ നമ്മൾ അതിന് കൂടുതലായിട്ട് അതിന് അറ്റൻഷൻ കൊടുക്കുന്നിടത്ത് അത് വീണ്ടും ഷോർട്ട് ടേം മെമ്മറിയിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ദേ കംസ് എ ഷോർട്ട് ടേം മെമ്മറി. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ചില കാര്യങ്ങൾ കുറച്ച് സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും, നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ ഒന്ന് ഡയൽ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഒരു നമ്പർ ഒരു സ്ഥലത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് പഠിക്കണം, അതിനുശേഷം നിങ്ങൾക്ക് അതൊന്ന് ഡയൽ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ഫോണിൽ ചാർജ് തീരാറായി, അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം ഒരാളെ വിളിക്കണം. അപ്പോൾ പെട്ടെന്ന് എന്താ ചിലപ്പോൾ നിങ്ങൾ ആ നമ്പർ ഒന്ന് പഠിച്ചു വെച്ചതിന് ശേഷം ജസ്റ്റ് അതൊന്ന് ഫോൺ ഓഫായി പോയാലും നിങ്ങൾക്ക് അത് ഡയൽ ചെയ്യാൻ പറ്റുന്ന പോലെ ജസ്റ്റ് ഒന്ന് അതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കും. അപ്പോൾ അങ്ങനെ പഠിച്ചു വെക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞെന്നുള്ളൂ. അത് നിങ്ങൾ ജസ്റ്റ് പഠിക്കുന്നു, പഠിച്ചതിന് ശേഷം എന്താ നിങ്ങളത് യൂസ് ചെയ്യുന്നു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങളോടത് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്കത് പറയാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ ചില കാര്യങ്ങൾ എന്താ കുറച്ച് സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളൊന്ന് പഠിച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് ടേം മെമ്മറിയിലേക്ക് മാറ്റാം. ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് എന്തായിരിക്കും, കുറേ സമയത്തേക്ക് കുറേ കാലത്തേക്ക് നമുക്കൊരു സാധനം നമ്മുടെ ഓർമ്മയിൽ വേണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം മെമ്മറിയിലുള്ള കാര്യങ്ങളെ റിഹേഴ്സ് ചെയ്ത് അത് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ റിഹേഴ്സലൊക്കെ ചെയ്ത് നമുക്ക് അത് ലോങ് ടേം മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഈ റിഹേഴ്സൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ തന്നെ നമുക്ക് ഷോർട്ട് ടേം മെമ്മറിയിലും ലോങ് ടേം മെമ്മറിയിലും ഒക്കെ മെയിൻ്റനൻസ് റിഹേഴ്സൽ എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് സ്പെസിഫിക്കലി നമുക്ക് വേറെയും നോക്കാനായിട്ടുണ്ട്.
പക്ഷേ യൂഷ്വലി നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളല്ല ക്വസ്റ്റ്യൻസ് ആയിട്ട് സോഫാ നെറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ യൂഷ്വലി ക്ലാസ്സസിലൊക്കെ ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ സ്പെസിഫിക്കലി എന്താ ചെയ്യുന്നത്, ഈ ഓരോ ടൈപ്പ് ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് മെയിൻലി നമ്മൾ ചെയ്യുക. സോ സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി നമ്മൾ പറഞ്ഞു. ഇനി ലോങ് ടേം മെമ്മറിനെ എഗെയിൻ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അതിൻ്റെ സബ് കാറ്റഗറീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണത്? എക്സ്പ്ലിസിറ്റ് മെമ്മറിയും ഇംപ്ലിസിറ്റ് മെമ്മറിയും. സോ ലോങ് ടേം മെമ്മറി എന്ന് പറഞ്ഞാൽ വി ഹാവ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആസ് വെൽ ആസ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത് ഓർക്കാം. ഓക്കെ, ഇനി ഈ എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ നമുക്ക് സബ് ടൈപ്സ് ഉണ്ട്, ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ നമുക്ക് സബ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ ജനറലി ഹ്യൂമൻ മെമ്മറിനെ നമുക്ക് എങ്ങനെയൊക്കെ തരംതിരിക്കാം? സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി എന്ന് തരംതിരിക്കാം. ആൻഡ് ഈ ലോങ് ടേം മെമ്മറിനെ നമുക്ക് വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്യാം. ലോങ് ടേം മെമ്മറി ഇൻക്ലൂഡ്സ് എക്സ്പ്ലിസിറ്റ് മെമ്മറി ആസ് വെൽ ആസ് ഇംപ്ലിസിറ്റ് മെമ്മറി. അതിനകത്ത് എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സ് നമ്മൾ ആദ്യം നോക്കും, അതിനുശേഷം നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ടൈപ്സിലേക്ക് വരുന്നതായിരിക്കും. സോ എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ നമുക്ക് എന്തൊക്കെയുള്ളത്? സെമാൻറ്റിക് മെമ്മറി ഉണ്ട്, എപ്പിസോഡിക് മെമ്മറി ഉണ്ട്, ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ഉണ്ട്, വിഷ്വൽ മെമ്മറി ഉണ്ട്. അപ്പോൾ ഇതെന്താ ഈ ഓരോ മെമ്മറി ടൈപ്സ് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് നോക്കിപ്പോകാം. സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ്സ് കോൺഷ്യസ് ലോങ് ടേം മെമ്മറി ഫോർ മീനിങ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് കോൺസെപ്ച്വൽ ഫാക്ട്സ് അബൌട്ട് ദി വേൾഡ്. അതായത് നമ്മൾ പഠിച്ചു വയ്ക്കുന്ന ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ നമ്മളൊരു വാക്കിൻ്റെ മീനിങ് പഠിക്കുന്നു, അല്ലെന്നുണ്ടെങ്കിൽ കോൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ, വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ആശയങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള മെമ്മറിനെയാണ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ. ഫാക്ച്വൽ തിങ്സ് ആൻഡ് ഇറ്റ്സ് എ ലോങ് ടേം മെമ്മറി ഫോർ മീനിങ്, അണ്ടർസ്റ്റാൻഡിങ്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, കോൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് വയ്ക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് എവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? സെമാൻറ്റിക് മെമ്മറിയിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇനി എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ലൈഫിൽ നമ്മൾ മറക്കാതിരിക്കുന്ന ചില എപ്പിസോഡ്സ് അല്ലെങ്കിൽ ഇവൻറ്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അതായത് യുണീക്കായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പം മേ ബി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്തതിനെ കുറിച്ചിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓർമ്മയിലുള്ള ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബർത്ത്ഡേ മെമ്മറി ആവാം. ഇങ്ങനെ വളരെ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു അവാർഡ് കിട്ടി. അപ്പോൾ അവാർഡ് കിട്ടുന്ന സമയത്ത് എന്താ, നമ്മൾ ആ ഒരു സെർമൺ അല്ലെങ്കിൽ ആ ഒരു സെർമണി, അല്ലെങ്കിൽ നമുക്ക് ആ അവാർഡ് കിട്ടിയ ആ ഒരു വേദി, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത് നമുക്ക് വളരെ ഫ്രഷ് ആയിട്ട് നമ്മുടെ മൈൻഡിലുണ്ടാവും. ഇങ്ങനെ വളരെ യുണീക്കായിട്ട് നമ്മുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഇവൻസിൻ്റെ ഒരു ഓർമ്മയുണ്ടല്ലോ, അതിനാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയാം. സോ എപ്പിസോഡിക് ഇസ് എ പാർട്ട്, അല്ലെങ്കിൽ എപ്പിസോഡിക് മെമ്മറി ഇസ് എ പാർട്ട് ഓഫ് ലോങ് ടേം എക്സ്പ്ലിസിറ്റ് മെമ്മറി ആൻഡ് ഇറ്റ് കംപ്രൈസസ് എ പേഴ്സൺസ് യുണീക്ക് റീകളക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ്, ഇവൻറ്റ്സ് ആൻഡ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇവിടെ എന്താ, സ്പെസിഫിക് ആയി നമ്മുടെ ലൈഫിൽ സംഭവിച്ചിരിക്കുന്ന വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിലുണ്ടാകും. ആ എപ്പിസോഡ്സ്, ആ യുണീക്ക് റീകളക്ഷൻ ഓഫ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഇവൻറ്റ്സ്, അതിനെയാണ് എപ്പിസോഡിക് മെമ്മറി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്താണ്? ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി റെഫേഴ്സ് ടു മെമ്മറി ഓഫ് പേഴ്സണൽ ഇവൻറ്റ്സ്. ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് ബ്ലെൻഡ് ഓഫ് മെമ്മറീസ് ഓഫ് സിംഗിൾ റെക്കറിംഗ് ആൻഡ് എക്സ്റ്റെൻഡഡ് ഇവൻറ്റ്സ് ഇൻറ്റഗ്രേറ്റഡ് ഇൻ ടു എ കൊഹറന്റ് സ്റ്റോറി ഓഫ് സെൽഫ് ദാറ്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ഇവാലുവേറ്റഡ് ത്രൂ സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മൾ പറഞ്ഞു എപ്പിസോഡിക് മെമ്മറിയിൽ ഇറ്റ്സ് ആൾ അബൌട്ട് സർട്ടൻ ഇവൻറ്റ്സ്, അല്ലെങ്കിൽ സർട്ടൻ സ്പെസിഫിക് ഇവൻറ്റ്സ് ഓർ എക്സ്പീരിയൻസസ് ദാറ്റ് വി ഹാഡ് ഇൻ ദ പാസ്റ്റ്. അല്ലേ, നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ചില സ്പെസിഫിക് എക്സ്പീരിയൻസസ് ആണ്. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് ഇതിനകത്ത് നമ്മളുടെ ഇങ്ങനെയുള്ള എപ്പിസോഡ്സിൻ്റെ ഭാഗമാണെന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇത് ആക്ച്വലി കൺസിസ്റ്റ് ഓഫ് എ പേഴ്സണൽ ഹിസ്റ്ററി. അതായത് നമ്മളെക്കുറിച്ചുള്ള വേറെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ എവിടെ ജനിച്ചു, നമ്മളുടെ വൺസ് പ്ലേസ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷനും അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള എപ്പിസോഡ്സും കൂടെ കൂടിച്ചേർന്ന് നമ്മൾ എന്താണെന്നുള്ളൊരു സെൽഫ് എന്ന് പറഞ്ഞൊരു ആസ്പെക്റ്റ് ഉണ്ടല്ലോ, നമ്മൾ എന്താണ്, ദ സ്റ്റോറി ഓഫ് സെൽഫ്, നമ്മൾ എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ കഴിയുന്ന കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറയുമ്പോൾ തന്നെ അവരാശയം നമുക്ക് വ്യക്തമാണ്. സോ ആ രീതിയിലുള്ള നമ്മളെക്കുറിച്ച് തന്നെ ഒരു കൊഹറൻറ്റ് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂറ്റി ഉള്ള ഒരു സ്റ്റോറി നമ്മുടെ മനസ്സിലുണ്ടാവും. ഓക്കെ, നമ്മൾ ജനിച്ചതും അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പം മുതൽ ഇവിടം വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളെ നിങ്ങൾക്കൊരു സ്റ്റോറി ആയിട്ട് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഐഡൻറ്റിറ്റി എന്താണ്, നിങ്ങളുടെ സെൽഫ് എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെയിൻ ഓഫ് ഇവൻറ്റ്സിനെ നിങ്ങളിങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതിനെയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ വളരെ സ്പെസിഫിക് ആയി നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സോ എക്സ്പീരിയൻസസോ ഒക്കെ ആയിരിക്കും. ഇനി വിഷ്വൽ മെമ്മറിയാണ് നമ്മൾ പിന്നീട് എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ മറ്റൊരു ടൈപ്പായിട്ട് കൺസിഡർ ചെയ്തത്. അപ്പോൾ വിഷ്വൽ മെമ്മറിയിൽ എന്താ ഉള്ളത്? വിഷ്വൽ മെമ്മറി ഇസ് എ കോംപ്ലെക്സ് സെറ്റ് ഓഫ് മെൻ്റൽ പ്രോസസ്സസ് ദാറ്റ് അലൗ പീപ്പിൾ ടു സീ ദെയർ വിഷ്വൽ എൻവയൺമെൻറ്റ്, organize what they are seeing, interpret visual data and encode that data in the form of retrievable memory. So visual memory എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ കണ്ട ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ രജിസ്റ്റർ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന
കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ കണ്ടിട്ടുള്ള ചില ഇമേജസോ നമ്മൾ കണ്ടിട്ടുള്ള ചില പിക്ചേഴ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ആളെ കാണുമെങ്കിൽ അയാളുടെ ഫേസ് ഒക്കെ നമ്മൾ ചിലപ്പോൾ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഇട്ടിരുന്ന അന്നത്തെ ഡ്രസ്സൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വിഷ്വൽ മെമ്മറിയിൽ വരും. അപ്പം നമ്മളൊരു കാര്യം കണ്ട് അത് നമ്മുടെ മനസ്സിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെ നമുക്ക് വിഷ്വൽ മെമ്മറിയിൽ കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താണ്? സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി നമുക്ക് മൂന്നായിട്ട് ഹ്യൂമൻ മെമ്മറിനെ തരംതിരിക്കാം. അതിനകത്ത് ലോങ് ടേം മെമ്മറിയിൽ വി ഹാവ് എക്സ്പ്ലിസിറ്റ് മെമ്മറി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് ഡിക്ലറേറ്റീവ് മെമ്മറി. അതിൻ്റെ സബ് ടൈപ്സ് നമ്മൾ പറഞ്ഞു, സെമാൻറ്റിക്, എപ്പിസോഡിക്, ഓട്ടോബയോഗ്രഫിക്കൽ, വിഷ്വൽ. ഇനി നമുക്ക് ഈ ലോങ് ടേം മെമ്മറിയിൽ തന്നെ വരുന്ന അടുത്ത ടൈപ്പാണ് ഇംപ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത്. അപ്പോൾ ഇംപ്ലിസിറ്റ് മെമ്മറിക്ക് പ്രൊസീജറൽ മെമ്മറി എന്നൊരു ടേം യൂഷ്വലി പറയാറുണ്ട്. പക്ഷെ നമ്മൾ ഇതിൻ്റെ ടൈപ്സ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ പ്രൊസീജറൽ മെമ്മറി എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു സബ് ടൈപ്പായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ ഇംപ്ലിസിറ്റ് മെമ്മറി എന്നുള്ളത് മാത്രം ഓർക്കുക, ഇതിൻ്റെ സബ് ടൈപ്പായിട്ട് പ്രൊസീജറൽ മെമ്മറിയെ നമുക്ക് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും. അപ്പോൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എക്സ്പ്ലിസിറ്റ് മെമ്മറിയുടെ സബ് ടൈപ്പ് സെമാൻറ്റിക്, എപ്പിസോഡിക്, ഓട്ടോബയോഗ്രഫിക്കൽ, വിഷ്വൽ, ഇത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് വരാണ്. ഇംപ്ലിസിറ്റ് മെമ്മറിയിലേക്ക് വരുമ്പോൾ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ സബ് ടൈപ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. സോ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇംപ്ലിസിറ്റ് മെമ്മറി ഇസ് എ മെമ്മറി ദാറ്റ് ഡസ് നോട്ട് റിക്വയർ കോൺഷ്യസ് അവെയർനെസ്. അതായത് നമ്മൾ കോൺഷ്യസ്ലി ഒരു എഫേർട്ട് ഇട്ടിട്ടായിരിക്കില്ല പലപ്പോഴും ഈ പറയുന്ന ഇംപ്ലിസിറ്റ് മെമ്മറി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അപ്പോൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മൾ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് അല്ലെങ്കിൽ അത് പഠിച്ച് അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു കോൺഷ്യസ് എഫേർട്ട് അതിനകത്ത് ഉണ്ടാവാം. പക്ഷേ ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ കോൺഷ്യസ് അവെയർനെസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പക്ഷേ ഇത് കോൺഷ്യസ് അവെയർനെസ്സിലൂടെ സംഭവിക്കുന്ന അല്ലെങ്കിൽ പോലും ദിസ് ആക്ച്വലി ഇൻഫ്ലുവൻസസ് ദി എക്സ്പീരിയൻസസ് ഓൺ അല്ലെങ്കിൽ നമ്മുടെ ബിഹേവിയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുന്ന ആൻഡ് നമ്മുടെ മൊത്തത്തിലുള്ള ഈ നമ്മുടെ ബിഹേവിയറലായിട്ടുള്ള ആസ്പെക്ട്സ് ഉണ്ടല്ലോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വളരെയധികം കപ്പാസിറ്റി ഉള്ള മെമ്മറിയാണ് ഇംപ്ലിസിറ്റ് മെമ്മറി. ഈവൻ ഇഫ് ദി ഇൻഡിവിജ്വൽ ഇസ് നോട്ട് അവെയർ അബൌട്ട് ഇറ്റ്. നമ്മൾ അതിനെക്കുറിച്ച് വലിയ കോൺഷ്യസ്ലി അവെയർ ഒന്നും ആയിരിക്കില്ല ഇതിനകത്തേക്ക് പല കാര്യങ്ങളും വരുന്നത്. പക്ഷേ ഇറ്റ് ഇൻഫ്ലുവൻസ് ആൻഡ് ഇറ്റ് റെഫേഴ്സ് ടു ദി ഇൻഫ്ലുവൻസ് ഓഫ് എക്സ്പീരിയൻസ് ഓൺ ബിഹേവിയർ. നമ്മളുടെ എക്സ്പീരിയൻസ് എങ്ങനെ നമ്മുടെ ബിഹേവിയറിനെ ഓൾട്ടർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനെ മോൾഡ് ചെയ്യുന്നു. ഇതാണ് ബേസിക്കലി ഇവിടെ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം. ഇവിടെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്ട് ഓർക്കേണ്ട എന്താ? ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് റിക്വയർ കോൺഷ്യസ് അവെയർനെസ് എന്നുള്ളത് ഓർക്കാം. അപ്പോൾ ഇതിൻ്റെ സബ് കാറ്റഗറിയിൽ നമുക്ക് എന്തൊക്കെയാണ് വരുന്നത്? വി ഹാവ് പ്രൊസീജറൽ മെമ്മറി, മോട്ടർ ആൻഡ് കൊഗ്നിറ്റീവ് സ്കിൽസ് ആണ് അതിനകത്ത് വരിക. പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എൻഹാൻസ്ഡ് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ വേർഡ്സ് ആൻഡ് വി ഹാവ് ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്താ ഇത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ പ്രൊസീജറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ഓഫൻ അൺഎക്സ്പ്ലെയിനബിൾ നോളജ് ഓഫ് ഹൗ ടു ഡു തിങ്സ്. അപ്പോൾ ഇതിന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയില്ല, ഇപ്പം നമ്മൾ ഈ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ, നമ്മൾ ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മൾ സൈക്കിൾ ഓടിക്കുന്നത് മറന്നുപോയില്ല. പക്ഷെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എങ്ങനെയാണ് ആ ഒരു സൈക്കിൾ ബാലൻസ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അത് എങ്ങനെയോ സംഭവിക്കും അൺകോൺഷ്യസ്ലി. നമ്മൾ ഓഫ്കോഴ്സ് അതിനകത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഓടിച്ചായിരിക്കും നമുക്കിത് കിട്ടും. പക്ഷെ ഒരു പോയിന്റിൽ എന്താ നമ്മളത് ഓടിക്കും, പക്ഷെ പിന്നെ ലൈഫ് ലോങ് എന്ത് ചെയ്യാണ് നമുക്ക് ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുന്നില്ല. സോ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. മറ്റൊരു എക്സാമ്പിൾ യൂഷ്വലി പറയാം, നമ്മളിങ്ങനെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ നടക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ നമ്മൾ പതിയെ ഇങ്ങനെ സാധനങ്ങളൊക്കെ പിടിച്ച് എണീക്കാൻ തുടങ്ങുന്നു. ഈ ഒരു പ്രൊസീജിയർ ഉണ്ടല്ലോ, ഇത് ഒരു ഗ്രാജുവലി ഇങ്ങനെ സംഭവിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു സമയം കഴിയുമ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കാനൊക്കെ തുടങ്ങുന്നു. പക്ഷെ നമ്മളോട് ചോദിക്കുക എങ്ങനെ നടക്കാൻ പഠിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് അതിനൊരു ആൻസർ ഉണ്ട്, അല്ലെങ്കിൽ അതിന് നമുക്ക് പ്രോപ്പറായിട്ട് ഓക്കെ തിയററ്റിക്കലി 1 2 3 എന്ന് പറഞ്ഞ സ്റ്റെപ്പ് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ രീതിയിലുള്ള നമ്മുടെ മോട്ടോർ സ്കിൽസ് ഉണ്ടല്ലോ, ഇതിനെയാണ് പ്രൊസീജറൽ മെമ്മറിക്കകത്ത് പറഞ്ഞത്. അൺഎക്സ്പ്ലെയിനബിൾ നോളജ് ആണ്. നമുക്ക് തന്നെ അറിയില്ല നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്, അൺകോൺഷ്യസ്ലി എങ്ങനെയോ സംഭവിച്ചു, പക്ഷെ പിന്നെ നമുക്കത് അറിയാം, നമ്മളത് ചെയ്യാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ പ്രൊസീജറൽ മെമ്മറിക്കകത്ത് കൺസിഡർ ചെയ്യുന്നത്. ഇത് ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു ടൈപ്പാണ്. Then we have classical conditioning effects in which we learn often without effort or awareness to associate neutral stimuli such as a sound or a light with another stimulus such as food, which creates a naturally occurring response such as enjoyment or salivation. ഇത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്താണെന്നുള്ളതിനെ പറ്റി ഒരു ധാരണ വേണം. അപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ സംഭവിക്കുന്ന എന്താണ്, നമ്മൾ ഒരു ന്യൂട്രൽ സ്റ്റിമുലേനെ മറ്റൊരു സ്റ്റിമുലയുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പം ബേസിക്കലി ഞാൻ ആ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. നമ്മൾ ടീച്ചിങ് ലേണിംഗ് തിയറീസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് നമ്മൾ മാരത്തൺ വീഡിയോയിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ഓൾസോ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ LMS പ്ലാറ്റ്ഫോമിലും അവൈലബിൾ ആണ്. അപ്പോൾ എനിവേ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇഫക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറി ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത്. പക്ഷേ നെറ്റിൽ നമുക്ക് അങ്ങനെ
ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ക്ലാസിക്കൽ കണ്ടീഷനിങ് ആസിച്ച് വരുന്നത് കാണാറില്ല. അപ്പോൾ എനിവേ, പക്ഷെ നമ്മളൊരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസിക്കൽ കണ്ടീഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലും അവിടെയും എന്താ സംഭവിക്കുന്നത്, ഈ ഇംപ്ലിസിറ്റ് മെമ്മറിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നെക്സ്റ്റ് വി ഹാവ് പ്രൈമിംഗ്. ഓക്കെ, പ്രൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫൈനൽ ടൈപ്പ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി ഈസ് നോൺ as priming or changes in behavior as a result of experiences that have happened frequently or recently. It is a non-conscious form of human implicit memory concerned with the perceptual identification of words and objects. ഇവിടെ എന്താ ശരിക്കും സംഭവിക്കുന്നത്? ആക്ച്വലി പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ചില കാര്യങ്ങളെ നമുക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഒരാളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണെങ്കിൽ അത് അയാളുടെ എൻറ്റയർ ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഒരാളോട് എപ്പോഴും അല്ലെങ്കിൽ നമ്മളൊരു കുട്ടീനോട് എപ്പോഴും കൈൻഡ്നെസ്സിനെ കുറിച്ച് പറയുകയാണ്, നമ്മൾ വളരെ കൈൻഡ്നെസ് ഉള്ള ആൾക്കാരായിരിക്കണം, അല്ലെങ്കിൽ കൈൻഡ്നെസ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില വാക്കുകളോ അല്ലെങ്കിൽ ചില കഥകളോ ചില സംഭവങ്ങളോ വളരെ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഒരാളോട് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ ഉള്ളിൽ ഈ കൈൻഡ്നെസ് എന്ന് പറയുന്ന ഒരു വികാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു കൈൻഡ്ഫുൾ അല്ലെങ്കിൽ കൈൻഡ്നെസ് മറ്റുള്ള ആളുകളോട് കാണിക്കാനായിട്ട് അയാളുടെ ബിഹേവിയറിൽ അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഇതുണ്ടാക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരാളുടെ ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാണ് ആസ് എ റിസൾട്ട് ഓഫ് എക്സ്പീരിയൻസസ് ദാറ്റ് ഹാവ് ഹാപ്പൻഡ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ നമ്മൾ അതിനോട് എപ്പോഴും ഇങ്ങനെ അസോസിയേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ അത് എപ്പോഴും അതിനോട് അസോസിയേറ്റ് ചെയ്യാനായിട്ട് ഒരാളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാക്കുകളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ, ഈസ് പ്രൈംഡ് അല്ലെ, അങ്ങനെ ആകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ കൈൻഡ്നെസ് ഉള്ള ഒരാളാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് അയാൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ചില വേർഡ്സ്. ഇപ്പം നമ്മൾ ചില വാക്കുകളോട് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പോഷർ ഉണ്ടെങ്കിൽ ഈവൻ ഇഫ് ആ വാക്കുകൾ വളരെ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ പറയാണ് കുറച്ച് നമ്മൾ ചില ക്ലൂസ് ഒക്കെ കൊടുക്കുകയാണ്. അതായത് ഒരാൾ വന്നിട്ട് ഒരു ഷെൽഫിൽ നിന്ന് ഒരു വസ്തു എടുത്തു, അയാൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയതിന് ശേഷം അത് അടച്ചിട്ട് ആ ഷെൽഫിൽ തന്നെ തിരിച്ചു വെച്ചു. എന്താണ് ഈ വസ്തുവിൻ്റെ പേരെന്ന് നമ്മളോട് ചോദിക്കുകയാണെന്ന് വിചാരിക്കും. ഒരാളൊരു സാധനം വന്ന് എടുക്കുന്നു, ഒരു ഷെൽഫിൽ നിന്ന് അത് തുറന്നു നോക്കുന്നു, അടച്ചു വെച്ചതിന് ശേഷം അദ്ദേഹം ആ ഷെൽഫിൽ തന്നെ അതിനെ റീപ്ലേസ് ചെയ്യുന്നു. ഇതെന്താ വസ്തു എന്ന് നമ്മളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് ക്ലൂ ആയിട്ട് തന്നിരിക്കുകയാണ്. അപ്പം ഒരു വാക്കാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അതിൻ്റെ ആദ്യത്തെ അക്ഷരം ബി ആണ്. പിന്നെ നമുക്ക് 2 അക്ഷരങ്ങൾ തന്നിട്ടില്ല, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ലാസ്റ്റ് അക്ഷരം കെ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താ നമുക്ക് കിട്ടിയ ക്ലൂ? ഒരു ഷെൽഫിൽ ഒരു വസ്തു ഇരിക്കുന്നു, ഒരാൾ അത് വരുന്നു, എടുക്കുന്നു, അയാൾ തുറന്നു നോക്കുന്നു, അടച്ചു വെക്കുന്നു, തിരിച്ച് ഷെൽഫിലേക്ക് തന്നെ അത് അവിടെ തന്നെ തിരിച്ചു വെക്കുന്നു. അതിന് നമ്മൾ ഈ വസ്തു ഏതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞിട്ട് നമുക്ക് എന്താ ഒരു ഫില്ല് ചെയ്യാനായിട്ടൊരു സ്ഥലം തന്നിരിക്കുക. ആദ്യത്തെ അക്ഷരം ബി, അവസാനത്തെ അക്ഷരം കെ, മൊത്തത്തിൽ 4 അക്ഷരങ്ങൾ. അഫ്കോഴ്സ് നിങ്ങളുടെ ഉള്ളിൽ ഉത്തരയിപ്പ് വരും. ബുക്ക് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ആയിട്ട് ബുദ്ധിമുട്ടില്ല. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ ഈ ഒരു വാക്കിനോട് നമ്മൾ ഒത്തിരി നമുക്ക് എക്സ്പോഷറുണ്ട്. നമ്മൾ ഫ്രീക്വൻ്റ്ലി ബുക്കിനെ കുറിച്ച് കേൾക്കണം, ഈ ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. സോ ഇതിനെയാണ് പ്രൈമിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ പ്രൈമിംഗ് എന്ന എൻഹാൻസ്ഡ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ വേർഡ്സ്. ഇപ്പോൾ യൂഷ്വൽ ഐഡൻറ്റിഫിക്കേഷൻ അപ്പുറത്ത് ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ ചില ക്ലൂസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു വാക്ക് ഫുള്ള് തരണ്ട, ജസ്റ്റ് അതിൻ്റെ 2 അക്ഷരം തന്നാൽ പോലും പലപ്പോഴും നമുക്കത് ഐഡൻറ്റിഫൈ ആയിട്ട് സാധിക്കും. ആ പ്രോസസ്സിനെയാണ് പ്രൈമിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിവേ, ഇംപ്ലിസിറ്റ് മെമ്മറിയിൽ നമുക്ക് സബ് കാറ്റഗറി ആയിട്ട് വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? പ്രൊസീജറൽ മെമ്മറി, പ്രൈമിംഗ് ആൻഡ് ലേണിംഗ് ത്രൂ ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇപ്പോൾ ഇത് ജൂൺ 2023 നെറ്റ് എക്സാമിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following are the types of implicit memory? Which are the options given? Semantic memory, procedural memory, priming, episodic memory, classical conditioning effects. So ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന implicit മെമ്മറിയുടെ ടൈപ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടാണ്. സോ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സെമാൻറ്റിക്, പ്രൊസീജറൽ, പ്രൈമിംഗ്, എപ്പിസോഡിക്, ക്ലാസിക്കൽ കണ്ടീഷനിങ്. അപ്പോൾ നമുക്കറിയാം ഇംപ്ലിസിറ്റ് ആകുമ്പോൾ പ്രൊസീജറൽ വരും, then we have priming and also classical conditioning effects. ഇതിനകത്ത് സെമാൻറ്റിക് മെമ്മറിയും എപ്പിസോഡിക് മെമ്മറിയും എന്തിൻ്റെ ഭാഗമാണ്? They are part of explicit memory. So in that sense നമുക്ക് ഏതൊക്കെ ഓപ്ഷൻസ് പോകാം? B, then C and D. So B, C, E എന്നൊരു ഓപ്ഷൻ ഉണ്ടോ? B, C and D only is option C. So the right answer is of course option C itself. ഇത് ഡിസംബർ 2022 ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. മാച്ച് ദ ഫോളോയിങ് ആണ്. ലിസ്റ്റ് 1-ൽ വി ഹാവ് ദ ടൈപ്പ് ഓഫ് മെമ്മറി ആൻഡ് ലിസ്റ്റ് 2-ൽ അതിൻ്റെ മീനിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ഓപ്ഷൻസ് ആ ടൈപ്പ് ഓഫ് മെമ്മറിയിലുള്ളത്? സെമാൻറ്റിക്, എപ്പിസോഡിക്, ഓട്ടോബയോഗ്രഫിക്കൽ, സ്പേഷ്യൽ. ഈ സ്പേഷ്യൽ എന്ന് പറഞ്ഞൊരു ടേം ആസിച്ച് നമ്മൾ ഈ ടൈപ്സിൽ പറഞ്ഞില്ല, പക്ഷേ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ല. ബാക്കി 3 ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. മീനിങ്ങിൽ ലിസ്റ്റ് 2-ൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? മെമ്മറി ഓഫ് റിമെമ്പറിംഗ് ദ റൂട്ട് ടു ഡ്രൈവ് ഹോം, മെമ്മറി ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു എ സെൻസ് ഓഫ് സെൽഫ്, വ്യൂവർ ഓൺ ഹിസ്റ്ററി ഓർ ഐഡൻറ്റിറ്റി, memory of general knowledge, memory of life events that happen to you or around you. അപ്പോൾ സെമാൻറ്റിക് എന്തായിരിക്കും? സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ മീനിങ്, കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫാക്ച്വൽ തിങ്സ് അതൊക്കെയാണ് നമ്മൾ പറഞ്ഞു.
സോ ഓഫ് കോഴ്സ് അത് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ അപ്രോപ്രിയേറ്റ്ലി അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ 3 ആണ് അല്ലേ? സെമാൻറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? മെമ്മറി ഓഫ് ജനറൽ നോളജ്. ഓക്കെ, ഇനി എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിസോഡിക് എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് യൂണിക് ലൈഫ് ഇവൻറ്റ്സ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. സോ എപ്പിസോഡിക് മീൻസ് മെമ്മറി ഓഫ് ലൈഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻ ടു യു ഓർ അറൌണ്ട് യു. സോ ബി എന്ന് പറയുന്നത് 4 ആണ് നമ്മൾ പറഞ്ഞു. A3 B4 നിങ്ങൾ നോക്കി, A3യും B4ഉം ഐഡന്റിഫൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓപ്ഷൻ എ. പക്ഷെ നമുക്ക് ബാക്കി 2 ഓപ്ഷൻസ് കൂടി നോക്കാം. ഓട്ടോബയോഗ്രഫിക്കൽ എന്താ? ഓട്ടോബയോഗ്രഫിക്കൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ദിസ് ഇവൻറ്റ്സ് ആൻഡ് ഓൾസോ യുവർ ഓൺ പേഴ്സണൽ ഫാക്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനും അതിൻ്റെ കൂടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് it actually provides a story, a coherent story of your own self, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സെൽഫിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഏതാ? മെമ്മറി ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു യുവർ സെൻസ് ഓഫ് സെൽഫ്, യുവർ ഓൺ ഹിസ്റ്ററി ഓർ ഐഡന്റിറ്റി. അപ്പോൾ സി ഏതാണ്? 2 ആണ്. ഇനി സ്പേഷ്യൽ ആണെങ്കിൽ ഇനി ബാക്കിയുള്ള ഓപ്ഷൻ ഏതാണ്? ദാറ്റ് ഇസ് ഓപ്ഷൻ 1, മെമ്മറി ഓഫ് റിമെമ്പറിംഗ് ദ റൂട്ട് ടു ഡ്രൈവ് ഹോം. സ്പേഷ്യൽ മെമ്മറി, അതായത് നമുക്ക് ആ ഒരു സ്പേസിൽ നമുക്ക് ഈ പറയുന്ന റൂട്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന ഒരു മെമ്മറി, അതിനെയാണ് സ്പേഷ്യൽ മെമ്മറി എന്ന് പറഞ്ഞത്. സോ ഇൻ ദാറ്റ് സെൻസ് റൈറ്റ് ആൻസർ ഓൾറെഡി നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. സോ A3 നമ്മൾ പറഞ്ഞു, B4 പറഞ്ഞു, CS2 അല്ലെ ഹിസ്റ്ററി ഓർ ഐഡന്റിറ്റി. സോ C2 ആൻഡ് D1 ദാറ്റ് ഇസ് ഓപ്ഷൻ എ ഇറ്റ്സെൽഫ്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പ്രൈമറിലി ഫോക്കസ് ചെയ്തത്. ഇവിടെ നമ്മൾ പറഞ്ഞ എന്താ? ടൈപ്സ് ഓഫ് മെമ്മറി. ഹ്യൂമൻ മെമ്മറിനെ നമുക്ക് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാം, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് എന്തൊക്കെ, അതിൻ്റെ സബ് കാറ്റഗറീസ് എന്തൊക്കെ നമ്മൾ പറഞ്ഞു. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ലോങ് ടേം മെമ്മറിനെ വീണ്ടും നമ്മൾ എന്താ? ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞ 2 കാറ്റഗറീസ് ആക്കി അതിൻ്റെ സബ് ടൈപ്സും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്.
So moving to the next topic, that is laws of learning. അപ്പോൾ നമ്മൾ so far എന്തൊക്കെ areas identify ചെയ്തത്? Methods of teaching and learning നമ്മൾ cooperative learning പഠിച്ചു. Then we discussed about types of memory, types of human memory നമ്മൾ discuss ചെയ്തു. Now we have laws of learning. Okay, so laws of learning basically നമ്മൾ focus ചെയ്യാൻ പോകുന്നത് ഈ learning related ആയിട്ടുള്ള ചില principles ആണ്. ഈ learning നമ്മൾ identify ചെയ്യേണ്ട, നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ചില principles. അപ്പോൾ യൂഷ്വലി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക ഈ laws of learning നമുക്ക് അതിനെ രണ്ട് ഗ്രൂപ്പ് ആക്കാം. We have primary laws as well as secondary laws. ബേസിക് ആയിട്ട് കൂടുതൽ ചോദ്യങ്ങളും പ്രൈമറി ലോസിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഏതൊക്കെ, അല്ലെങ്കിൽ സെക്കൻഡറി ലോസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. പക്ഷേ അല്ലാണ്ട് വളരെ സ്പെസിഫിക്കലി ഈ ലോസ് ഓഫ് ലേണിംഗിൽ ചില ടൈപ്പിൽ നിന്നും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അത്ര ഭയങ്കരമായിട്ട് ഒരുപാട് കമ്പാരിറ്റീവ്ലി മറ്റത് ചോദിക്കുന്ന അത്രയും വന്നിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് വൈസ് ഒക്കെ രണ്ട് ലോസ് തന്നിട്ട് അതിൻ്റെ എക്സ്പ്ലനേഷനും തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനൊക്കെ ചോദിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബട്ട് കൂടുതലും എന്താണ് ഈ പ്രൈമറി സെക്കൻഡറി ലോസിനെ കൃത്യമായി ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. സോ ആരാണ്, അല്ലെങ്കിൽ ഈ ഒരു എൻറ്റയർ തോട്ടിൻ്റെ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാം. അതായത് സ്പെസിഫിക്കലി നമ്മളിതിൻ്റെ പ്രൈമറി ആസ് വെൽ എസ് സെക്കൻഡറി ലോസിലേക്ക് വരുന്നതായിരിക്കും. സോ ദീസ് ആർ ബേസിക്കലി പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ്. അപ്പോൾ ലോസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാലും പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാലും സിമിലർ ആണ്. അപ്പം ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട് പൊതുവായിട്ടുള്ള ചില പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ചില ലോസ് ഉണ്ട്. അപ്പോൾ അത് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ബീങ് എ ടീച്ചർ നമ്മൾ പഠിപ്പിക്കാനും ബീങ് എ ലേണർ നമ്മുടെ പഠനം നമ്മൾ കൃത്യമായിട്ട് അതിനെ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം തീരുമാനിക്കണം. അപ്പോൾ അതിനെ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ലേണിംഗ് ആണെങ്കിലും അതിലേക്കൊക്കെ ജെന്റലി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന ചില പ്രിൻസിപ്പിൾസ് ആണ് ബേസിക്കലി ഈ ഒരു തിയറിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷണൽ സൈക്കോളജി അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സൈക്കോളജിസ്റ്റ് പല തരത്തിലുള്ള ഇങ്ങനത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഫിഗർ എന്ന് പറയുന്നത് എഡ്വേർഡ് തോണ്ടേക്ക് ആണ്. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു തിയറി ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ലോസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരാളായിട്ട് നമ്മൾ ഐഡന്റിഫൈ ആണ്. അപ്പോൾ അദ്ദേഹം ആദ്യത്തെ 3 ലോസ്, അല്ലെങ്കിൽ ഈ പറയുന്ന 3 ലോസ് ആണ് നമ്മുടെ പ്രൈമറി ലോസ് എന്ന് പറയുന്നത്. സോ ഇനിഷ്യലി അദ്ദേഹം ഈ 3 പ്രൈമറി ലോസ് ഐഡന്റിഫൈ ചെയ്തു. ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ് ആൻഡ് ലോ ഓഫ് ഇഫക്റ്റ്. ഓക്കെ, ഇതാണ് പ്രൈമറി ലോസ്. സോ ഈ ലോസ് ഇതിന് ശേഷം പിന്നീടും പഠനങ്ങൾ നടന്നു. എഡ്വേർഡ് തോണ്ടേക്ക് തന്നെ, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ മേഖലയിൽ പഠനം നടത്തിയിട്ടുള്ള ആളുകളെല്ലാം കൂടെ ചേർന്ന് വേറെ കുറച്ച് ലോസും കൂടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ സെക്കൻഡറി ലോസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ പ്രൈമറി ലോസ് ഏതൊക്കെയാണ്? ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്, ആൻഡ് ദീസ് ആർ നോൺ as ദ പ്രൈമറി ലോസ് ഓഫ് ലേണിംഗ്. ഇനി സെക്കൻഡറി അഥവാ സബോർഡിനേറ്റ് ലോസിൽ നമുക്ക് എന്തൊക്കെയാണ് വരിക? ലോ ഓഫ് പ്രിമസി, ലോ ഓഫ് റിസൻസി, ലോ ഓഫ് ഇന്റൻസിറ്റി ഓഫ് സ്റ്റിമുലസ്, then we have law of multiple response, law of attitude, അല്ലെങ്കിൽ attitude law എന്ന് നമുക്ക് അതിനെ പറയാം, law of analogy and assimilation, law of associative shifting, law of prepotency of elements, and law of partial activity. അപ്പോൾ ഇത്രയാണ് നമുക്ക് സെക്കൻഡറി ആയിട്ടുള്ള ലോസ് ഓഫ് ലേണിംഗ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐഡന്റിഫൈ ആയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ക്വിക്കായിട്ട് നമുക്ക് നോക്കിപ്പോകും എന്താ ഈ ലോസ് ഒക്കെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ പ്രൈമറിലി നമ്മൾ പറഞ്ഞു പ്രൈമറി ലോസ് 3 എണ്ണമാണ് നമുക്കുള്ളത്. ആ 3 എണ്ണമാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് വളരെ ക്വിക്ക്ലി നമ്മൾ നോക്കാനായിട്ട് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു ലോ തന്നതിന് ശേഷം അതെന്താണ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും വേണമെങ്കിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോ ലോസും ഒന്ന് ക്വിക്കായിട്ട് നമുക്ക് നോക്കാം. എന്ത് ഐഡിയ എന്നൊന്ന് മനസ്സിലാക്കി പോയാൽ മതിയാവും. ഓക്കെ, ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ എന്താ? അത് നമ്മൾ പ്രൈമറി ലോസ് ആയിട്ട് നോക്കുന്നത് 3 എണ്ണം: റെഡിനെസ്, എക്സസൈസ് ആൻഡ് ഇഫക്റ്റ്. സോ ലോ ഓഫ് റെഡിനെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ഇപ്പം നമുക്കറിയാമല്ലോ, ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം പ്രോപ്പറായിട്ട് ഇഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് റെഡിനെസ് വേണം. നമ്മൾ ഫിസിക്കലി മെൻ്റലി ഒക്കെ നമുക്ക് അതിനകത്തൊരു തയ്യാറെടുപ്പും നമുക്ക് അതിനകത്തൊരു മോട്ടിവേഷൻ വേണം. അപ്പോൾ നമ്മൾ വളരെയധികം മോട്ടിവേറ്റഡ് ആണ്, നമ്മൾ വളരെ റെഡിയാണ്, അല്ലെങ്കിൽ നമുക്കൊരു ലേണിംഗ് ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഇഫക്റ്റീവായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ട് നമ്മൾ എഫേർട്സ് ഇടും. അപ്പം നിങ്ങൾക്കിപ്പോൾ നെറ്റ് എക്സാമിൽ നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പോൾ നമ്മൾ വളരെ സൂപ്പർഫിഷ്യലായിട്ട് പുറമേ നമ്മളിങ്ങനെ ഓക്കെ നെറ്റ് വേണം എന്ന് പറയുകയും എന്നിട്ട് നമ്മളിങ്ങനെ അതിനെ വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ഒരു സിനാരിയോ അല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇൻറ്റൻസീവായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യണം, ഈ JRF ക്രാക്ക് ചെയ്യണം എന്ന് ഇൻറ്റൻസായിട്ട് വളരെ നല്ല ആഗ്രഹമുള്ള ഒരാളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ എഫേർട്ടിലും എന്താണ് അത് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പം നിങ്ങൾക്കൊരു റെഡിനെസ് ഉണ്ട്, എനിക്കിത് മേടിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നും അതിനുവേണ്ടി എഫേർട്സ് ഇടും, എന്നും ഇരുന്ന് നിങ്ങൾ പഠിക്കും. മേ ബി ഇപ്പം നിങ്ങൾ നെറ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ മേ ബി ഒരു 6 to 8 hours ഒക്കെ ഡെയിലി ഇരുന്ന് പഠിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന, അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഈ ഒരു സ്ഥലത്ത് ഇരുന്ന് അങ്ങ് കഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത്
അതിനൊരു എഫേർട്ട് ഉണ്ട്. പക്ഷേ അതൊരു വലിയ സ്വപ്നമായിട്ട് കാണുന്ന അല്ലെങ്കിൽ അതിനകത്ത് വളരെയധികം ആഗ്രഹമുള്ള ആളുകളെ സംബന്ധിച്ച് അവർ ആ എഫേർട്ട്സ് എടുക്കാൻ റെഡിയാണ്. സോ ദാറ്റ് റെഡിനെസ് പാർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അതിനെയാണ് ലോ ഓഫ് റെഡിനെസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കൊരു നല്ല ഒബ്ജക്റ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു റീസൺ ഉണ്ട്, ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്കൊരു എയിം ഉണ്ട്, ഒരു ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് മോട്ടിവേറ്റഡ് ആവുകയും നമ്മൾ അങ്ങനെ പഠിക്കുകയും ചെയ്യും. പക്ഷേ അത് ഓൺ ദി അതർ സൈഡ് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള വറീസ് ഉണ്ട്, നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ട് ഒരു സൈഡിൽ, പക്ഷേ നമ്മൾ അതിന് മുകളിലാണ് നമുക്കുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വറീസോ കൺസേൺസോ എന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അത് നമ്മളുടെ എന്താണ് എൻറ്റയർ ഒരു റെഡിനെസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുകയും മോട്ടിവേഷൻ പോവുകയും അതവിടെ പഠനത്തിൽ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ലോ ഓഫ് റെഡിനെസ്. അപ്പോൾ ഈ ലോ ഓഫ് റെഡിനെസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ്. അപ്പോൾ റെഡിനെസ് ഉണ്ടെങ്കിൽ മാത്രം ഫിസിക്കലി മെൻ്റലി ഒക്കെ നമുക്കൊരു മോട്ടിവേഷനും ഒരു റെഡിനെസ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലേണിംഗ് എന്താവുള്ളൂ, ഇഫക്റ്റീവ് ആവുള്ളൂ. ഇതിനെയാണ് നമ്മൾ ലോ ഓഫ് റെഡിനെസ് എന്ന് പറയുക. ഇനി ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സസൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാം. അതായത് എത്രത്തോളം നമ്മളൊരു കാര്യം റിപ്പീറ്റ് ചെയ്യുന്നു അത്രത്തോളം ആ കാര്യം നമുക്ക് നമ്മുടെ ഓർമ്മയിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എന്താ, റിവിഷൻ അല്ലെങ്കിൽ പ്രാക്ടീസ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് ആണ് മെയിനായിട്ട് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുമാത്രം റിപ്പീറ്റ് ചെയ്യുന്നോ അത്രത്തോളം ആ കാര്യം നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും അല്ലേ. സോ ദ മൈൻഡ് ക്യാൻ റെയർലി റീകോൾ ന്യൂ കോൺസെപ്റ്റ്സ് ഓഫ് പ്രാക്ടീസസ് ആഫ്റ്റർ എ സിംഗിൾ എക്സ്പോഷർ, ബട്ട് എവറി ടൈം ഇറ്റ് ഈസ് പ്രാക്ടീസ്ഡ് ലേണിംഗ് കണ്ടിന്യൂസ് ആൻഡ് ഇസ് എൻഫോഴ്സ്ഡ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം ഫോർ എക്സാമ്പിൾ നിങ്ങൾ നെറ്റിന് വേണ്ടി പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും നിങ്ങളൊരു കോൺസെപ്റ്റ് ഒരു തവണ പഠിച്ചു, അപ്പം നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങളത് മടക്കി വെച്ചു, എന്നിട്ട് നിങ്ങളത് പിന്നീട് തുറന്നു നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എക്സാമിന് ചെല്ലുമ്പോൾ എന്താ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഈ കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ട്, ഓപ്ഷൻസ് കാണുമ്പോൾ ഓപ്ഷൻസും ഭയങ്കര ഫെമിലിയർ ആണ്, പക്ഷെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം എന്താണ്, കൺഫ്യൂസ്ഡ് ആവും. കാരണം നമുക്ക് അറിയാം എവിടെയോ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ റിവൈസ് ചെയ്യാത്തത് കൊണ്ട് പലപ്പോഴും നമുക്കത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കാത്ത സിറ്റുവേഷൻ ഉണ്ട്. നമ്മളൊക്കെ ഏതെങ്കിലുമൊക്കെ ഒരു ഫേസിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ. റിപ്പീറ്റ് ചെയ്താലേ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്താലേ നമുക്കത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലോ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മുടെ പഠനത്തെ നമ്മൾ മാറ്റണം. അപ്പോൾ ബീങ് എൻ ഇൻസ്ട്രക്ടർ ഓർ എ ടീച്ചർ, നമ്മളൊരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലാണല്ലോ നമ്മൾ ഈ ഒരു കോൺസെപ്റ്റ് പഠിക്കുന്നത്. സോ ബീങ് എൻ ഇൻസ്ട്രക്ടർ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ടീച്ചർ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ലേണേഴ്സിന് ആ രീതിയിൽ കാര്യങ്ങൾ റീകോൾ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യാൻ സഹായകരമായിട്ടുള്ള രീതിയിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. മേ ബി ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് നടത്തുക, അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ എന്താ അവരെ ഇത് വീണ്ടും ഒന്നുകൂടെ റീസ്റ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോസസ്സിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ് ആണ്. സോ ഈ ലോ ഓഫ് എക്സസൈസിൽ തന്നെ രണ്ട് പാർട്സ് അദ്ദേഹം ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. ലോ ഓഫ് യൂസും ലോ ഓഫ് ഡിസ്യൂസും ഉണ്ട്. ലോ ഓഫ് യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ മോർ ഓഫൺ ആൻ അസോസിയേഷൻ ഈസ് യൂസ്ഡ് ദി സ്ട്രോങ്ങർ ഇറ്റ് ബിക്കംസ്. എത്രത്തോളം നമ്മളൊരു കാര്യം കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ അത്രത്തോളം അത് നമ്മുടെ ഓർമ്മയിൽ നമുക്ക് നിൽക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനിയും ഓൺ ദി അതർ സൈഡ് ലോ ഓഫ് ഡിസ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ, ദ ലോങ്ങർ ആൻ അസോസിയേഷൻ ഇസ് അൺയൂസ്ഡ് ദ വീക്കർ ഇറ്റ് ബിക്കംസ്. അതായത് നമ്മൾ എന്തുമാത്രം ഒരു കാര്യം നോക്കുന്നില്ല അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുന്നു അത്രത്തോളം ആ കാര്യം നമ്മുടെ മനസ്സിൽ വീക്കറായി നമ്മുടെ ഓർമ്മയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. വെരി ജനറൽ തിങ്, നമുക്കത് അതെന്താണെന്നുള്ളത് ജനറലി ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന കാര്യമാണ്. ഇത് രണ്ടും ലോ ഓഫ് എക്സസൈസിൻ്റെ രണ്ട് പാർട്സ് ആണ്. ഇനി നമ്മുടെ പ്രൈമറി ലോയിൽ തന്നെ മൂന്നാമത് നമ്മൾ കണ്ട ആളാരാണ്, അല്ലെങ്കിൽ ലോ എന്താണ്, ലോ ഓഫ് ഇഫക്റ്റ് ആണ് അല്ലേ. ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ക്രിയേറ്റ്സ് അല്ലെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് ദി ഇമോഷണൽ റിയാക്ഷൻ ഓഫ് ദി ലേണർ. എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളൊരു കാര്യം പഠിച്ചു, അപ്പോൾ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ കഷ്ടപ്പെട്ടൊരു കോൺസെപ്റ്റ് പഠിക്കുകയാണ്, അപ്പോൾ നമ്മൾ കുറേ സമയമൊക്കെ എടുത്തിട്ട് അത് വായിച്ചു പിന്നെയും വായിച്ചു നോക്കി, അങ്ങനെ നമ്മൾ കുറേ എഫേർട്ട്സ് എടുത്ത് അത് ഒരു പോയിന്റിൽ നമുക്ക് അങ്ങ് മനസ്സിലാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങളൊരു കാര്യം പഠിക്കാൻ ശ്രമിക്കുന്നു, നിങ്ങൾ ഒത്തിരി എഫേർട്സ് ഇടുന്നു, അപ്പോൾ നിങ്ങൾക്ക് ആ എഫേർട്സിന് ചെറിയ റിസൾട്ടൊക്കെ കിട്ടിത്തുടങ്ങുമ്പോൾ നിങ്ങളെ ആരെങ്കിലും വന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും വന്നിട്ട് കൊള്ളാം ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നൊക്കെ നമുക്കൊരു മോട്ടിവേഷൻ ഒരു അപ്രിസിയേഷൻ ഒക്കെ തരുമ്പോൾ നമുക്കത് തരുന്നൊരു ഒരു എനർജി ബൂസ്റ്ററാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഈ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു പാർട്ടുണ്ട്. നമ്മളൊരു കാര്യം പഠിക്കും, അത് മനസ്സിലാകുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നു. അറ്റ് ദ സെയിം ടൈം ഇനി നമ്മൾക്ക് അങ്ങനെ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടാകും, മറ്റൊരാൾ നമ്മളോട് വന്നിട്ടൊരു കാര്യം അപ്രിസിയേഷൻ പറയുന്നു, അതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യം. ഇത് ലേണിങ്ങിലെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു പാർട്ട് ഈ ലോ ഓഫ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്,
ഇപ്പം നമ്മളൊരു ഇൻസ്ട്രക്ടർ അല്ലെങ്കിൽ ടീച്ചർ ആണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു മോട്ടിവേഷനും അല്ലെങ്കിൽ ഒരു എൻകറേജ്മെൻറ്റും നമ്മുടെ സ്റ്റുഡൻസിന് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓൺലി അത് ശരി, ഇപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചിലപ്പോൾ വന്നു എന്ന് വരില്ല. അപ്പോൾ ഉടനെ നമ്മൾ എന്താ ഇത് പറ്റില്ല, ഇത് വിട്ടേക്ക്, അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്നല്ല പറയണ്ട. മറിച്ച് എന്താ, അവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുക, കുറച്ചുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇതെന്തായാലും നമുക്ക് പറ്റാത്ത കാര്യമൊന്നുമല്ല, കുറച്ചുകൂടി ഒരു എഫേർട്ട് ഇടും, അപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ കൊണ്ട് സാധിക്കും, അവർക്കത് പറ്റും എന്നുള്ള രീതിയിലൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഒന്ന് എൻകറേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടൊരു സപ്പോർട്ടൊക്കെ കൊടുക്കുന്നത് ലേണിങ്ങിനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഇഫക്റ്റീവ് ആക്കുന്ന ഒരു സൈറ്റാണ്. സോ ദാറ്റ് ഇസ് ലോ ഓഫ് ഇഫക്റ്റ്. ഇപ്പം പ്രൈമറി ലോസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ലോ ഓഫ് ആദ്യം നമ്മൾ പറഞ്ഞ പോയിന്റ് എന്താ? പ്രൈമറിലി നമുക്ക് ലോ ഓഫ് റെഡിനെസ് ഉണ്ട്, ലോ ഓഫ് എക്സസൈസ് ഉണ്ട്, ലോ ഓഫ് ഇഫക്റ്റ് ഉണ്ട്. ഇനി നമ്മൾ ഈ സെക്കൻഡറി ലോസ് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് നോക്കാൻ പോവാണ്. സെക്കൻഡറി ലോസിൻ്റെ ലിസ്റ്റൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ജസ്റ്റ് എന്തായി കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് പറഞ്ഞു പോവാം, അത്രേ ഉള്ളൂ. ലോ ഓഫ് പ്രിമസി എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ പഠിക്കുന്ന അല്ലെങ്കിൽ ആദ്യം നമ്മൾ കേൾക്കുന്ന കാണുന്ന ഒരു കാര്യം എന്തായിരിക്കും? തീർച്ചയായിട്ടും അതിന് നമ്മുടെ ഉള്ളിൽ നല്ലൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ദിസ് ഈസ് ലോ ഓഫ് പ്രിമസി. അതായത് നമ്മളൊരു കാര്യം ഫസ്റ്റ്ലി നമ്മളൊരു കാര്യത്തെക്കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ മനസ്സിൽ അതങ്ങനെ തറവായിട്ട് ഇരിക്കാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ടർ എന്നുള്ള നിലയ്ക്ക് നമ്മളൊരു കാര്യം ഒരു ക്ലാസ്സിൽ പോയി പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ കറക്റ്റായിട്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്താം. ഇപ്പം നമ്മളൊരു കാര്യം പഠിപ്പിച്ചത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അത് റീലേൺ ചെയ്യുക അല്ലെങ്കിൽ അത് അൺലേൺ ചെയ്ത് വീണ്ടും പഠിക്കുക എന്ന് പറയുന്നതിനകത്ത് കുറച്ച് പ്രോബ്ലം വരും, അല്ലെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ട് വരും. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മളിൽ അങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബീങ് ആൻ ഇൻസ്ട്രക്ടർ ദിസ് മീൻസ് ദാറ്റ് വാട്ട് ദേ ടീച്ച് ദ ഫസ്റ്റ് ടൈം മസ്റ്റ് ബി കറക്റ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ബീങ് എ ലേണർ ആണെങ്കിൽ എന്താ, നമ്മൾ ഒരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് ഒതൻറ്റിക് ആയിട്ടുള്ള റിസോഴ്സിൽ നിന്ന് പഠിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. കാരണം നമ്മൾ ആദ്യം നമ്മളൊരു കാര്യം പഠിച്ചു, അപ്പോൾ അത് പിന്നീട് നമുക്ക് അങ്ങനെ അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ മാറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, സോ ആ രീതിയിൽ നമ്മൾ ഇനിഷ്യലി പഠിക്കുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിരിക്കാം എന്നുള്ളൊരു പ്രാക്ടിക്കൽ സൈഡാണ് ഇതിനുള്ളത്. ലോ ഓഫ് പ്രിമസി ആ പ്രിൻസിപ്പിൾ എന്താണ്? നമ്മൾ ആദ്യം ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടി ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് പഠിപ്പിക്കണം. ആൻഡ് ഓൾസോ ഒരു ലോജിക്കൽ ഓർഡർ കാര്യങ്ങളുണ്ടാവണം. കൃത്യമായിട്ട് കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെ ഒന്നിച്ച് എന്താ പറയുക, കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കി പഠിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ മനസ്സിലാകുന്നത് കണക്ട് ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനും ഒരു കൃത്യമായിട്ടുള്ള പ്ലാനും നമുക്ക് ഉണ്ടാവണം. അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. ഓക്കെ, സോ ഇനി അടുത്തത് ലോ ഓഫ് റിസൻസിയാണ്. ലോ ഓഫ് റിസൻസി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ റീസെൻ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ ഇന്നലെ കേട്ടൊരു കാര്യം ഇന്ന് ചോദിച്ചാൽ നമുക്ക് നന്നായിട്ട് അത് നമ്മുടെ ഓർമ്മയിലുണ്ടാകും. പക്ഷേ കുറച്ച് നാൾക്ക് മുമ്പ് കേട്ടതാണെങ്കിൽ അത് അത്രയും ഫ്രഷ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല, അല്ലേ? അതിനെയാണ് ലോ ഓഫ് റിസൻസി എന്ന് പറയുന്ന ആശയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ it will be there, അത് കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടുണ്ടാവും. Conversely, the further a student is removed time wise from a new fact or understanding, the more difficult it is to remember. അത് എന്തുമാത്രം മുന്നേ നമ്മളത് പഠിക്കുന്നു അത്രത്തോളം എന്താണ് നമ്മളത് മറന്നു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കാര്യം, നമ്മൾ ഒരു ലെസൺ പ്ലാൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ നമ്മൾ യൂഷ്വലി പറയില്ല, ഇപ്പം നമ്മളൊരു എൻറ്റയർ കാര്യമൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ഫൈനലി അത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് പഠിപ്പിച്ചു, അത് ഫൈനലി കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് എന്താ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറയും നമ്മൾ എന്താ പറഞ്ഞത്, എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്ത് നമ്മൾ ക്വിക്കായിട്ടൊന്ന് എന്ത് ചെയ്യും, അതൊന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറയും. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലത്. നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വന്നിട്ട് നമ്മൾ വളരെ അബ്രപ്റ്റ് ആയിട്ട് ആ ഒരു എൻറ്റയർ സെഷൻ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവർ പോയി ആലോചിക്കുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻസ് ഉണ്ടാകും, എങ്ങനെ ഇത് നമ്മൾ കണക്റ്റഡ് ആകുന്നത് അല്ലെങ്കിൽ എങ്ങനെ ഈ തിയറിനെ മറ്റതുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓർക്കാൻ സാധിക്കും, ഒരു കൺഫ്യൂഷൻ വരും. പക്ഷെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞാൽ അത് ഫ്രഷ് ആയിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് അവരുടെ മനസ്സിൽ ഇരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ അതിൻ്റെ കൂടെ തന്നെ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നൊരു ആസ്പെക്റ്റ് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളൊരു കാര്യം പഠിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് അതൊന്ന് റിപ്പീറ്റ് ചെയ്യുക, റീസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. പഠിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ റിവൈസ് ചെയ്യുക, സോ ദാറ്റ് അത് നമ്മൾ റീസെൻ്റ്ലി പഠിച്ചതുപോലെ ഫ്രഷ് ആയിട്ട് നമ്മുടെ മൈൻഡിൽ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത എന്താണ്? ലോ ഓഫ് ഇൻറ്റൻസിറ്റി ആണ്. ലോ ഓഫ് ഇൻറ്റൻസിറ്റി ആ പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് ഇൻറ്റൻസിറ്റി സ്റ്റേറ്റ് ദാറ്റ് ഇഫ് ദ സ്റ്റിമുലസ് ഇസ് റിയൽ, the more likely there is to be change in behavior. A vivid, dramatic or exciting learning experience teaches more than a routine or boring experience. ഇപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ എത്ര റിയലിസ്റ്റിക് ആയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എന്തുമാത്രം
റിയൽ ആയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വരുന്നത്, അതിനനുസരിച്ച് അത് നമ്മുടെ ഉള്ളിലേക്ക് എന്താ പറയുക, അത് സ്റ്റോർഡ് ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം പഠിപ്പിക്കുമ്പോൾ യൂഷ്വൽ പഠിപ്പിക്കുന്ന പോലെ നമ്മളൊരു കോൺസെപ്റ്റ് പറയുന്നതിനപ്പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ അത് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ ആ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്റ്റ് അവരിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്പാർക്ക് ഉണ്ടാക്കും. ആ സ്പാർക്ക് എന്താ അങ്ങനെ തന്നെ അവിടെ നിന്നു. അപ്പം യൂഷ്വലി നമ്മളൊരു കോൺസെപ്റ്റ് പറയുന്നതിനേക്കാളും ഒരു കാര്യം കുറച്ച് ഇപ്പം നമ്മളൊരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ കാണിക്കുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്കിറ്റിലൂടെ അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മളതൊന്ന് അവതരിപ്പിക്കാനായിട്ട് ശ്രമിച്ചാൽ അത് കൃത്യമായിട്ട് അവിടെ സ്ട്രൈക്ക് ആവും കുട്ടികൾക്ക്. അപ്പോൾ അതെന്താ, അവർക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് അവരുടെ ഓർമ്മയിലിരിക്കും. അതിനെയാണ് ലോ ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ എന്താണ്, കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഇപ്പം അവർക്ക് നല്ല വളരെ വിവിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ടീച്ചിങ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു, അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. ദാറ്റ് വിൽ ആക്ച്വലി ക്രിയേറ്റ് ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ അവരുടെ ഉള്ളിൽ ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് വളരെ ഒരു ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. അതിനെയാണ് നമ്മൾ ലോ ഓഫ് ഇൻറ്റൻസിറ്റി എന്ന് പറയാം. Then we have law of multiple response. Law of multiple response എന്ന് പറഞ്ഞാൽ എന്താ? This law state that every individual is begun by trial and error process that show kinds of response before the individual finds right response to overcome the problem. So law of multiple response ആ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ജനറലി ഇപ്പം നമുക്കൊരു വിഷയം നമ്മുടെ കയ്യിലുണ്ട് അല്ലെങ്കിൽ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് എല്ലാവരും എന്താണ്, ആദ്യം തന്നെ അതിന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കൊണ്ടായിരിക്കും വരുന്നത്. അല്ല, നമ്മളൊരു കാര്യം പറയും, ചിലപ്പോൾ അതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മറ്റൊരു രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കും. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലൂടെ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുന്നു, അതിൻ്റെ ഡിഫറെൻറ്റ് വശങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു, പ്രാക്ടിക്കൽ എല്ലാം തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ വേറൊരു ആസ്പെക്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു. ഇങ്ങനെ പല രീതികളിൽ നിന്ന് പല തവണ ആ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുകയും പല തരത്തിലുള്ള റെസ്പോൺസസ് നമ്മൾ അതിനകത്ത് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഒരു വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്ന വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിലേക്ക് നമ്മൾ വരുന്നത്. ഇതൊരു ജനറൽ പ്രിൻസിപ്പിളാണ്. ഇത് എവിടെ നമ്മൾക്ക് ആപ്ലിക്കബിൾ ആണ്, ലേണിങ്ങിനും ആപ്ലിക്കബിൾ ആണ്. ഇപ്പം നമ്മളൊരു കാര്യം ഒരു കുട്ടീൻ്റെ അടുത്ത് അല്ലെങ്കിൽ ലേണേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് കൊടുത്തു, അപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് കൊടുത്തു. അപ്പോൾ അവർ ചിലപ്പോൾ ആദ്യം പറയുന്ന റെസ്പോൺസ് തന്നെ അതിന് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഭയങ്കര ഔട്ട് ഓഫ് ബോക്സ് ആയിട്ടുള്ള ഒരു തിങ്കിങ് ആവണം എന്നില്ല. ചിലപ്പോൾ വരാം, പക്ഷെ ജനറലി അങ്ങനെ വരണമെന്നില്ല. അപ്പം തന്നെ നമ്മൾ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് അവിടെ നിർത്തി, ഓക്കെ ഇനിയൊന്നും പറയേണ്ട, തെറ്റാണെന്ന് പറയരുത്. മറിച്ച് എന്താ, അവർക്ക് ഒപ്പിൻ്റെയും ആലോചിക്കാൻ അവസരങ്ങളുള്ളൂ. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഇങ്ങനൊരു പ്രാക്ടിക്കൽ സൈഡ് ഇതിനകത്തില്ല, അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർക്ക് വന്നിട്ടുള്ള എറേഴ്സ് തിരുത്തി വീണ്ടും എന്തെങ്കിലും ട്രൈ. സോ ഈ രീതിയിൽ വേണം നമുക്ക് ലേണിങ്ങിനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകാൻ. ബിക്കോസ് ഇതിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എന്താ, ലോ ഓഫ് മൾട്ടിപ്പിൾ റെസ്പോൺസ് എന്നുള്ളതാണ്. Then we have Aptitude law. Aptitude law എന്താണ്? This law explains that learning behavior of persons is not only decided by the relation of stimulus and response, but also decided by their condition, either their cognitive, emotion, social or psychomotor. ഇവിടെ പറയുന്ന ഫോക്കസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ ലേണിംഗ് ബിഹേവിയർ, ഒരാൾ എങ്ങനെ പഠിക്കുന്നു അല്ലെങ്കിൽ അയാളുടെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അയാൾക്ക് എന്ത് റിസൾട്ട് കിട്ടുന്നു, ഇതൊക്കെ നമ്മൾ ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് നമ്മൾ പറയുന്ന കാര്യം അല്ലെങ്കിൽ അതിനവർ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് മാത്രമല്ല അതിനകത്ത് ഫോക്കസ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരാളുടെ ലേണിംഗ് എന്ന് പറയുന്നത് തന്നെ, ഇപ്പം നമ്മൾ എങ്ങനെ ഒരു കാര്യം പഠിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തുമാത്രം സമയം പഠിക്കാൻ എടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളത് ബേസിക്കലി പറഞ്ഞാൽ ഒരുപാട് ആസ്പെക്ട്സിനെ അല്ലെങ്കിൽ ഒരുപാട് ആസ്പെക്ട്സുകളാൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ ഒരു കൊഗ്നിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡുണ്ട്. ഇപ്പം നമുക്കൊരു കാര്യം പഠിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റി ഉണ്ടല്ലോ. അപ്പം എല്ലാവർക്കും അത് ഒരുപോലെ ആവണം എന്നില്ല. ചിലർക്ക് ആ കോഗ്നിറ്റീവ് എബിലിറ്റീസ് കൂടുതലാണെങ്കിൽ അവർ ആ ഒരു കാര്യം നമ്മൾ പറയുന്ന അതുപോലെ തന്നെ അപ്പം തന്നെ അവർക്ക് റെസിപ്രിക്കേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ അത് മനസ്സിലായെന്ന് വരില്ല. അപ്പോൾ കുറച്ചുകൂടെ സമയം മേ ബി അവരെടുത്തെന്ന് വരാം. ഒരു ഇമോഷണൽ ആയിട്ടുള്ള സൈഡ് ഉണ്ട് അല്ലേ, ഒരു അഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൊമെയിൻ നമുക്കുണ്ട്. നമ്മുടെ ഈ ഡൊമെയിൻസ് പറഞ്ഞു, നമ്മുടെ കോഗ്നിറ്റീവ്, അഫക്റ്റീവ് ആസ് വെൽ ആസ് ഈ സൈക്കോമോട്ടർ ഡൊമെയിൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതിനകത്ത് നമ്മുടെ ലേണിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. നമുക്കൊരു കാര്യം ഇൻ്റലക്ച്വൽ നമ്മുടെ എബിലിറ്റീസ് നമ്മളൊരു കാര്യം പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് അവിടെ വരും. ഇമോഷണൽ നമ്മുടെ അഫക്റ്റീവ് ഡൊമെയിൻ, നമുക്കൊരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മോട്ടിവേഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളുടെ ലേണിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇതെല്ലാം എന്താണ് നമ്മുടെ ലേണിംഗ് ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യം. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പ്രിൻസിപ്പിൾസ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മാത്രമേ നമുക്കൊരു ലേണറിനെ മനസ്സിലാക്കാനും ലേണറിൻ്റെ പ്രശ്നങ്ങൾ എന്താണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനും സാധിക്കുള്ളൂ. സോ അവിടെയാണ് ഈ ആറ്റിറ്റ്യൂഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത്.
Then we have law of analogy and assimilation. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അനലജി എന്ന് പറഞ്ഞാൽ എന്താ? കമ്പാരിസൺ എന്ന് പറഞ്ഞൊരു മീനിങ്ങാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് അല്ലേ? സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് ലോ asserts that persons are able to do response to the situation that has never happened before because the persons can connect that situation to all situation. The learner finds the similarities and dissimilarities in the lesson with daily experiences, he learns better. Hence, teaching must be correlated with life experience. എന്ന് പറഞ്ഞ അനലജി അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നമ്മൾ ഇപ്പം ഒരു പ്രോബ്ലം നമ്മൾ ഒരു ചെയ്യാനായിട്ട് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പ്രോബ്ലം സിറ്റുവേഷൻ കൊടുത്തിട്ട് ആ കാര്യത്തെക്കുറിച്ച് ഒരു റെസ്പോൺസ് അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുമ്പോൾ മേ ബി ആ കാര്യം അവർക്ക് എന്താ ആദ്യമായിട്ടായിരിക്കും അവർ അങ്ങനെ ഒരു സിറ്റുവേഷൻ അവരുടെ ഫ്രണ്ടിൽ വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോബ്ലം ഒരു ക്വസ്റ്റ്യൻ അവരുടെ മുമ്പിലേക്ക് ആദ്യമായിട്ടായിരിക്കും വരുന്നത്. പക്ഷേ സ്റ്റിൽ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? അത് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ആൻസർ ചെയ്യാൻ സാധിക്കും. എന്തുകൊണ്ടാണ്? ആ ഒരു പുതിയ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു പുതിയ സിറ്റുവേഷനോട് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് നമ്മൾ ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? അഭിമുഖീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ ആൻസർ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ആയിരിക്കും കാണാം, പക്ഷെ അതിനോട് സിമിലർ ആയിട്ടുള്ള ചില ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നിങ്ങൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ സിമിലാരിറ്റി വെച്ചിട്ട് എന്ത് ചെയ്യും? നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള നോളജ്, അസിമുലേഷൻ അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു കാര്യം നിങ്ങൾ എങ്ങനെയാണോ മാനേജ് ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിനെ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്തോ ആ ഒരു സെയിം രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ ക്വസ്റ്റിനെ ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് നൽകാനായിട്ട് സാധിക്കും. ഇതിനെയാണ് അനലജി ആൻഡ് അസിമുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റി, അല്ലെങ്കിൽ എങ്ങനെ ഒന്നൊന്നിനോട് സിമിലർ ആയിരിക്കുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒന്നൊന്നിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിലുണ്ടാകുന്ന ചില എക്സ്പീരിയൻസസിനോട് നമുക്ക് ഈ തിയറി അല്ലെങ്കിൽ ഈ കോൺസെപ്റ്റ് എങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രീതിയിലൊക്കെ നമ്മൾ പഠിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഈ ലോ ഓഫ് അനലജി ആൻഡ് അസിമുലേഷൻ നമുക്ക് അവിടെ ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ കാര്യങ്ങൾ തമ്മിലുള്ള സിമിലാരിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രയോജനം എന്താ? നമുക്ക് നാളെ ഇനി പുതിയൊരു കാര്യം അല്ലെങ്കിൽ ഇതിനോട് റിലേറ്റഡ് ആയിട്ട് എന്നാൽ നമുക്ക് പുതുതായി തോന്നുന്ന പുതുമയുള്ളൊരു കാര്യം നമ്മുടെ മുമ്പിൽ വന്നാലും ആ കാര്യത്തെ നമുക്ക് ഓൾറെഡി ഉള്ള അണ്ടർസ്റ്റാൻഡിങ് വെച്ചുകൊണ്ട് തന്നെ ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റിയിലേക്ക് നമ്മൾ വരും. സോ അവിടെയാണ് ഈ ലോ ഓഫ് അനലജി ആൻഡ് അസിമുലേഷൻ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് അനലജി ആൻഡ് അസിമുലേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. Then we have law of associative shifting. ഇവിടെ എന്താ സംഭവിക്കുന്നത്? It describes a process whereby a response may shift from one stimulus to another. The principle of associative shifting principle of learning of Thorndike anticipated the classical conditioning paradigm of Pavlov. അപ്പോൾ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എന്താ? ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ഒരു കോൺസെപ്റ്റിലും ടൈപ്സ് ഓഫ് മെമ്മറിയിലും ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിനെ കുറിച്ചുള്ള ഒരു മെൻഷനിങ് ഉണ്ടായിരുന്നു. ഇവിടെ ഈ അസോസിയേറ്റീവ് ഷിഫ്റ്റിങ്ങിലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നൊരു ആശയം തന്നെയാണ്. ഇവിടെ എന്താ? ഇറ്റ് ഡിസ്ക്രൈബ്സ് എ പേഴ്സൺ പ്രോസസ് whereby a response may shift from one stimulus to another. അതായത് ഒരു സ്റ്റിമുലസ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു സ്റ്റിമുലസിനുള്ള റെസ്പോൺസിനെ നമ്മൾ എന്ത് ചെയ്യണം? മറ്റൊരിടത്തേക്ക് മാറ്റി. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ എക്സാമ്പിളൊക്കെ നിങ്ങൾക്ക് മേ ബി അറിയാമായിരിക്കും. നമ്മളൊരു ഡോഗിനെ വെച്ചിട്ടുള്ളൊരു എക്സാമ്പിളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ? അപ്പം അതിനകത്ത് ആ എക്സാമ്പിൾ അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ എക്സ്പെരിമെൻറ്റ് എങ്ങനെ നടക്കുന്നത്? ഡോഗിന് യൂഷ്വലി ഫുഡ് കൊടുക്കുന്ന സമയത്ത് എന്താ? ഡോഗിന് വായിൽ സലൈവ് ക്രിയേറ്റ് ചെയ്യും, സലൈവേഷൻ ഉണ്ടാവും അല്ലേ? അപ്പം ഈ പവ്ലവ് തൻ്റെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തൊരു കാര്യം എന്താ? ഈ ഡോഗിന് ഫുഡ് കാണുമ്പോഴല്ല ശരിക്കും സലൈവ് ഉണ്ടാകുന്നത്, മറിച്ച് ഡോഗിന് റെഗുലർ ആയിട്ട് ഒരു വ്യക്തി തന്നെയാണ് എപ്പോഴും ഫുഡ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ആളെ കാണുമ്പോൾ തന്നെ ഡോഗിന്, അല്ലെങ്കിൽ ആ ഒരു ഫുഡ് കഴിക്കുന്ന സമയം ആൾ വരുന്നത് കാണുമ്പോൾ തന്നെ ഡോഗിൻ്റെ വായിൽ സലൈവ് ഉണ്ടാകും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയ അദ്ദേഹത്തിൻ്റെ ആ ഒരു തിയറിനെയാണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്ന ആസ്പെക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ? അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ ഡോഗിന് നമ്മൾ ഫുഡ് കൊടുത്താൽ ഡോഗിൻ്റെ വായിൽ സലൈവ് വരും. അപ്പോൾ എന്ത് ചെയ്തു? ആ ഒരു പ്രോസസ്സിൻ്റെ കൂടെ അദ്ദേഹം ഒരു എക്സ്ട്രാ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള സ്റ്റിമുലസ് കൂടെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താ? ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബെല്ല് റിങ് ചെയ്യാണ്. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ എന്താ? ഈ ഫുഡ് കൊടുക്കുമ്പോഴെല്ലാം ബെല്ല് റിങ് ചെയ്യാന്ന് വിചാരിക്കുക. സോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്താ? ഈ ഫുഡും ഈ ബെല്ലിൻ്റെ സൗണ്ടും തമ്മിൽ ഒരു അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടും. അങ്ങനെ അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്താ? ബെല്ലിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഡോഗിൻ്റെ വായിൽ സലൈവ വരാനായിട്ട് തുടങ്ങും. ഇതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു പർട്ടിക്കുലർ ഈ പറയുന്ന ബെല്ലും സലൈവേഷനും തമ്മിൽ നാച്ചുറലി കണക്റ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റിമുലസോ റെസ്പോൺസോ അല്ല. പക്ഷേ എന്താണ്? നമ്മൾ ആ ഒരു റെസ്പോൺസിനെ വി ആർ ആക്ച്വലി whereby a response will shift from one stimulus to
അനദർ. അതായത് ഫുഡിൽ സലൈവേഷൻ സംഭവിക്കുന്നതിന് ഒരു ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ സലൈവേഷൻ സംഭവിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന ആസ്പെക്റ്റിലും അദ്ദേഹം ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരു ക്യാറ്റിനെ ട്രെയിൻ ചെയ്യണം എന്ന് വിചാരിക്കും. അപ്പോൾ ഒരു ക്യാറ്റിന് ഇത് ഈവൻ നമ്മൾ ആനിമൽ ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കിത് അസോസിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരു ക്യാറ്റിനെ ട്രെയിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്യാറ്റിന് ഇങ്ങനെ സ്റ്റാൻഡ് എന്ന് പറയുമ്പോഴത്തേന് സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ ക്യാറ്റ് ഇങ്ങനെ നേരെ എണീറ്റൊരു പൊസിഷനിൽ അതിൻ്റെ ഒരു പൊസിഷനിലേക്ക് നിൽക്കണം എന്നുള്ളത് നമ്മുടെ താല്പര്യം എന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചെന്നിട്ട് ഈ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ ഉടനെ ക്യാറ്റ് എണീറ്റ് നിൽക്കില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അവരെ ട്രെയിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫിഷ് നമ്മൾ അല്ലെങ്കിൽ അതിന് ഇഷ്ടമുള്ള ഒരു ഫുഡ് നമ്മളൊരു ട്വൈനിൽ എന്തെങ്കിലും കെട്ടിയിട്ട് നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ കാണിച്ചിട്ട് അതിൻ്റെ കൂടെ ഇപ്പം ഫുഡ് ഇങ്ങനെ കാണിക്കുമ്പോൾ അതിങ്ങനെ ചാടി പിടിക്കാനായിട്ട് എന്ത് ചെയ്യും? ക്യാറ്റ് ഇങ്ങനെ ആ ഒരു പൊസിഷനിലേക്ക് എണീറ്റ് ഇങ്ങനെ ചാടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാണിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞ കാര്യം അതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിക്കാം. ഇങ്ങനെ കുറച്ച് ട്രെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താവും? സ്റ്റാൻഡപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ക്യാറ്റ് ആ ഒരു പൊസിഷനിലേക്ക് വരുന്ന രീതിയിലേക്ക് മാറും. സോ ഈ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടല്ലോ, അതായത് നമുക്ക് ഒരു പെർട്ടിക്കുലർ റെസ്പോൺസിനെ ഒരു സ്റ്റിമുലസിൽ ഇപ്പം നമ്മൾ ഈ ഫുഡ് കാണിക്കുന്നതുകൊണ്ടാണ് ആദ്യം ആ പൊസിഷനിലേക്ക് ക്യാറ്റ് വരുന്നത്. പക്ഷെ ഗ്രാജുവലി എന്തായിരിക്കും? എന്ത് ചെയ്യും? നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റിമുലസിൽ ക്യാറ്റ് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങും? എണീറ്റ് ആ പൊസിഷനിലേക്ക് നിൽക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ആ രീതിയിൽ ഒരു റെസ്പോൺസിനെ നമുക്ക് ഒരു സ്റ്റിമുലസിൽ നിന്ന് മറ്റൊരു സ്റ്റിമുലസിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വേണ്ടുന്ന രീതി നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യം ഉപയോഗിച്ചുകൊണ്ട് വളരെ നല്ലൊരു റെസ്പോൺസ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരാളുടെ ബിഹേവിയറിനെ അല്ലെങ്കിൽ ഒരു ലേണിംഗ് ബിഹേവിയറിനെ മാറ്റിയെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ബേസിക്കലി നമ്മൾ ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർക്ക് ഇഷ്ടമുള്ളൊരു കാര്യം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാണ്? ഒരു നല്ല ഔട്ട്കം അല്ലെങ്കിൽ നല്ലൊരു റെസ്പോൺസ് അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും. ദാറ്റ് ഇസ് ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്. ദെൻ വി ഹാവ് ലോ ഓഫ് പ്രിപ്പൊട്ടൻസി ഓഫ് എലമെന്റ്സ്. എന്താണ് ഈ ലോ ഓഫ് പ്രിപ്പൊട്ടൻസി ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്? ജനറലി നമ്മളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ജനറലി നമ്മളുടെ ഒരു രീതി, മനുഷ്യന്മാരുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ we respond more to significant aspects of a problem or stimulus situation and respond less to irrelevant aspects. The individual reacts selectively to the important or essential in the situation and neglects the other features or elements which may be irrelevant or non-essential. അപ്പോൾ നമുക്ക് പൊതുവിൽ എന്താ? നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങളോടായിരിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് കാര്യങ്ങൾ നമ്മൾ എടുക്കുകയോ ചെയ്യും. ഇത് പഠനത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് സിഗ്നിഫിക്കൻ്റ് അല്ലെങ്കിൽ നമുക്ക് ഓക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നി നമ്മളത് പഠിക്കും. ചില കാര്യങ്ങൾ നമുക്ക് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് തോന്നി നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ ഡ്രോപ്പ് ചെയ്യാനായിട്ട് സാധ്യത. അതിനാണ് ഈ ലോ ഓഫ് പ്രിപ്പൊട്ടൻസി ഓഫ് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതൊരു പ്രിൻസിപ്പിളാണ്. ജനറലി നമ്മൾ അങ്ങനെയാണ്. ദാറ്റ് ഈസ് ഹൗ വി റെസ്പോണ്ട് ടു തിങ്സ്. നമ്മൾ സെലക്റ്റീവ് ആയിട്ടായിരിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, എസെൻഷ്യൽ ആണ്, ഇത് വേണം തോന്നുന്ന കാര്യങ്ങളും നമ്മൾ റെസ്പോണ്ട് ചെയ്യും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നോൺ എസെൻഷ്യൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, റെലവൻറ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് നെഗ്ലക്റ്റ് ചെയ്യും. ഇത് ലേണിങ്ങിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഇത് നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ബീങ് എ ടീച്ചർ നമ്മൾ വളരെ സിഗ്നിഫിക്കൻ്റ്ലി എന്ത് ചെയ്യണം? ഇപ്പം നമ്മളൊരു കാര്യം പറയുന്ന സമയത്ത് അവർക്ക് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യാനുമുള്ള ഒരു ടെൻഡൻസി ഉള്ളതുകൊണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? കാര്യങ്ങൾ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ലെസൺ പ്ലാൻ ചെയ്യുക. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഇസ് ലോ ഓഫ് പ്രിപ്പൊട്ടൻസി ഓഫ് എലമെന്റ്സ്. Then we have the last and final law, that is law of partial activity. Law of partial activity എന്ന് പറഞ്ഞാൽ എന്താ? Animals do not react based on overall conditions, but they learn by trial and error, by observing different parts separately and reacting to a particular part. This law states that teaching should be done in parts so that students will be able to understand the subject easily. അപ്പോൾ അതായത് നമുക്ക് പൊതുവിൽ ഒരു കാര്യം നമുക്കിങ്ങനെ പാർട്സ് ആയിട്ട് പഠിക്കാൻ നമുക്ക് എപ്പോഴും ഇഷ്ടം. ഇങ്ങനെ ഒരു മൊത്തം കാര്യം ഒന്നിച്ച് വരുമ്പോഴത്തേനും നമുക്ക് ആകെ മൊത്തം കൺഫ്യൂഷനും ടെൻഷനുമാണ്. പക്ഷേ അത് ചെറിയ ചെറിയ പാർട്സ് ആയിട്ടൊക്കെ നമുക്ക് തന്നാൽ നമുക്കത് കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം പൊതുവിലുണ്ട്. ബീങ് ഇറ്റ് ആനിമൽസ് ആൻഡ് ഇഫ് യു കൺസിഡർ ഹ്യൂമൻസ് ഓൾസോ, നമുക്ക് അങ്ങനെ ഒരു ടെൻഡൻസി എന്ന് വെച്ചാൽ പൊതുവിൽ ഒരു ഓവറോൾ കണ്ടീഷനെ എൻകൗണ്ടർ ചെയ്യുന്നതിനപ്പുറത്തേക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി ഫോക്കസ് ചെയ്ത് അതെന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ആയിരിക്കും പൊതുവിൽ നമുക്ക് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇപ്പം ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർ ടോപ്പിക്ക് മൊത്തത്തിൽ അവർക്ക് കൊടുക്കാണ്ട് അത് ചെറിയ ചെറിയ പാർട്സായി സിസ്റ്റമാറ്റിക്കലി കുഞ്ഞു പാർട്സ് ആക്കിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനെയാണ് ലോസ് ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ടീച്ചിങ് ഷുഡ് ബി ഡൺ ഇൻ പാർട്സ് സോ ദാറ്റ് സ്റ്റുഡൻസ് വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദി സബ്ജക്റ്റ് ഈസിലി. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ ഭാഗങ്ങളായി ഇപ്പോൾ ഒരു വലിയ ടോപ്പിക്കാണ് നമ്മൾ പഠിപ്പിക്കുന്നതെങ്കിലും അതിന് ചെറിയ ചെറിയ പാർട്സ് ആക്കി വളരെ സിസ്റ്റമാറ്റിക്കലി കുഞ്ഞു ചങ്ക്സ് ആക്കിയിട്ട് ചെറിയ ചെറിയ പാർട്സ് ആക്കി അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് കുറച്ചുകൂടി ഇഫക്റ്റീവ് ആക്കാൻ പറ്റും ടീച്ചിങ് ലേണിങ്ങിനെ. ദാറ്റ് ഈസ് ലോ ഓഫ് പാർഷ്യൽ ആക്ടിവിറ്റി. അപ്പം നമ്മൾ പ്രൈമറി ലോസും പറഞ്ഞു, സെക്കൻഡറി ലോസും പറഞ്ഞു, എല്ലാം ജസ്റ്റ് എന്താണെന്നൊന്ന് ഓവറോൾ ആയിട്ടുള്ളൊരു ഐഡിയ തരാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ഇത് ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following are the secondary laws of learning? And we have the options given as law of multiple response, law of associative shifting, law of effect, law of analogy, law of exercise. So ഇതിനകത്തുനിന്ന് സെക്കൻഡറി ലോസ് ആണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇഫക്റ്റും എക്സസൈസും എന്താണ്? പ്രൈമറി ലോസ് ആണ്. മൾട്ടിപ്പിൾ റെസ്പോൺസ്, അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, അനലജി ഇത് മൂന്നും എന്താണ്? സെക്കൻഡറി ലോസ് ആണ്. അപ്പോൾ A, B, D ഓപ്ഷൻസ് ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. സോ A, B and D only is option B. So the right answer is option B itself. Moving to the next question. ഇത് December 2022 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Which of the following does not come under primary laws of learning? And we have the options law of effect, law of readiness, law of multiple response, law of exercise. അപ്പോൾ ഇതിനകത്ത് ഇഫക്റ്റ്, റെഡിനെസ്, എക്സസൈസ് ഇത് മൂന്നും പ്രൈമറി ലോസ് ആണ്. മൾട്ടിപ്പിൾ റെസ്പോൺസ് ആണ് സെക്കൻഡറി ലോ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ എന്താ? പ്രൈമറി ലോയിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ഉണ്ട്. സോ ഓഫ് കോഴ്സ് ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. So the right answer is option C itself. So moving to the next topic that we are going to discuss in this session, that is Kohlberg's theory of moral development. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു തുടക്കത്തിൽ മോറൽ ഡെവലപ്മെൻറ്റ് പിന്നീട് നമ്മൾ മാരത്തൺ വീഡിയോയുടെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പോൾ ആ മാരത്തൺ വീഡിയോയുടെ സെഷൻസിന് ശേഷം അവർ എക്സ്പ്ലോർ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് പ്രൈമറിലി നമുക്ക് ഈ ഒരു തിയറി കോൾബർഗിൻ്റെ തിയറിയിൽ നിന്നാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അപ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് ഈ Kohlberg's theory of moral development, we have different stages. ആ സ്റ്റേജസ് ഏതൊക്കെയാണ്? ഇതിനകത്ത് ഓരോ സ്റ്റേജസിന് അണ്ടറിൽ നമുക്ക് കൃത്യമായിട്ട് ചില ലെവൽസ് പഠിക്കാനായിട്ടുണ്ട്. ഇതാണ് നമുക്ക് പ്രൈമറിലി വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു പിയാഷെ അല്ലെ, പിയാഷയുടെ ഒരു മോറൽ ഡെവലപ്മെന്റ് തിയറി ഉണ്ട്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിക്കാണ് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ലോറൻസ് കോൾബർഗ് തൻ്റെ മോറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻസ് നോക്കിയാൽ പിയാഷയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയിൽ നിന്നാണ് യൂഷ്വലി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. മോറൽ ഡെവലപ്മെന്റ് അങ്ങനെ അവർ ഫോക്കസ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ നമ്മൾ LMS ഇതിൻ്റെ രണ്ടിൻ്റെയും വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ പ്രൈമറിലി നോക്കുന്നത് കോൾബർഗിൻ്റെ തിയറിയാണ്. സോ ഇറ്റ് എക്സ്റ്റെൻഡഡ് പിയാഷെസ് തിയറി പ്രപ്പോസിംഗ് ദാറ്റ് മോറൽ ഡെവലപ്മെന്റ് ഇസ് എ കണ്ടിന്യൂവൽ പ്രോസസ് ദാറ്റ് occurs throughout the lifespan. Kohlberg's theory outlines 6 stages of moral development within 3 different levels. So ഇതിനകത്ത് കോൾബർഗിൻ്റെ ഒരു ഐഡിയ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ മോറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. നമ്മുടെ എൻറ്റയർ ലൈഫ് സ്പാനിൽ ത്രൂ ഔട്ട് നമുക്ക് ഈ മോറൽ ഡെവലപ്മെൻറ്റിന് ഡിഫറെൻറ്റ് സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ തിയറി മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് നമുക്ക് 6 സ്റ്റേജസ് ആണുള്ളത്. മൊത്തമായിട്ട് 6 സ്റ്റേജസ് ഉണ്ട്. ഈ 6 സ്റ്റേജസിനെ 3 ഡിഫറെൻറ്റ് ലെവൽസിനാണ് അദ്ദേഹം പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഡിഫറെൻറ്റ് ലെവൽസ് ഇൻ വിച്ച് വി ഹാവ് 6 ഡിഫറെൻറ്റ് സ്റ്റേജസ്. അപ്പോൾ നമ്മൾ ഡയറക്ട്ലി ഇതിൻ്റെ ഒരു എന്താണ് ഈ തിയറി എന്നുള്ളതിൻ്റെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ട്ലി ആ ഡിഫറെൻറ്റ് ലെവൽസും അതിനുള്ളിൽ വരുന്ന സ്റ്റേജസും എന്താണെന്നുള്ളത് നോക്കാം. സോ നമ്മുടെ ലെവൽസിൽ നമുക്ക് വരുന്ന ഏതൊക്കെയാണ്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി, കൺവെൻഷണൽ മൊറാലിറ്റി ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി. ഏജ് എന്ന് പറഞ്ഞൊരു ആസ്പെക്ട് അങ്ങനെ നമുക്ക് എക്സാമിൽ വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അവർ ചോദിക്കാറില്ല. മോറൽ ഡെവലപ്മെൻറ്റിൽ ഡിഫറെൻറ്റ് ലെവൽസും അതിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേജസുമാണ് നമുക്ക് അറിയേണ്ടത്. സോ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിൽ നമുക്ക് വരുന്ന സ്റ്റേജസ് ഏതൊക്കെയാണ്? ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ്, ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. ഇനി കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരുന്നത് എന്താ? ഡെവലപ്പിംഗ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്, ദെൻ മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ. പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റിയിലെ സ്റ്റേജസ് ഏതൊക്കെയാണ്? സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്, ദെൻ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈമറിലി വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്ന് വെച്ചാൽ ഈ 3 ലെവൽസ് ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. 6 സ്റ്റേജസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇനി മൂന്നാമത് ഇതിനകത്തെ ഓരോ ലെവൽസിലും ഏത് സ്റ്റേജസ് ആയിരുന്നു. ഇപ്പോൾ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിൽ വരുന്ന സ്റ്റേജസ് ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ആൻസർ ചെയ്യാനും കഴിയണം. അപ്പോൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് ക്വിക്കായിട്ട് ഇതിൻ്റെ ഓരോ ലെവൽസും
അതിനകത്ത് വരുന്ന സ്റ്റേജസ് നോക്കാം. അപ്പോൾ ലെവൽ 1 നമ്മൾ പറയുന്നത് എന്താ, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്? പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി is earliest period of moral development. It lasts until around the age of 9. At this age, children's decisions are primarily shaped by the expectations of adults and the consequences of breaking the rules. അപ്പോൾ ഈ ഏജിനകത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ പല റെഫറൻസിലും കാണാൻ പറ്റും. ചിലടത്ത് 9, ചിലടത്ത് 10 എന്നൊക്കെ വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഏജ് അങ്ങനെ നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെ ഒരു സിഗ്നിഫിക്കൻ്റ് ആയൊരു ആസ്പെക്റ്റ് ആയിട്ട് യൂഷ്വലി വരാറുമില്ല. അപ്പോൾ നമുക്ക് ആ ലെവൽസും സ്റ്റേജസും ആണ് പ്രൈമറിലി നോക്കേണ്ടത്. പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മോറൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് അല്ലെങ്കിൽ പീരീഡ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ ഈ ഒരു പ്രായത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിസിഷൻസ് അല്ലെങ്കിൽ ഒരു കാര്യം ശരിയോ തെറ്റോ, ഒരു കാര്യം ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയുള്ള ഡിസിഷൻസ് എല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കുന്നത്, അവരുടെ മേലിൽ അല്ലെങ്കിൽ അവരുടെ പേരൻസ് പെർട്ടിക്കുലർലി അല്ലെങ്കിൽ സ്പെസിഫിക്കലി അങ്ങനെയുള്ള അഡൾട്ട്സിൻ്റെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച്. അപ്പോൾ അവരെന്ത് ശരി തെറ്റെന്ന് പറയുന്നു അതിനനുസരിച്ചായിരിക്കും കുട്ടികൾ ഡിസിഷൻസ് എടുക്കുന്നത്, ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ആൻഡ് ഓൾസോ ഈ ഒരു പെർട്ടിക്കുലർ ഡിസിഷൻ എടുക്കുമ്പോൾ അവരെന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് ഇവർ ഡിസിഷൻസ് എടുക്കും. ആ ഡിസിഷൻസ് എടുക്കുന്നതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യം എന്താണ്, ഇങ്ങനെ അല്ല ഈ പറയുന്ന ചില റൂൾസ് ഒക്കെ ഉണ്ട്, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റൂൾസ് എങ്ങാനും ബ്രേക്ക് ചെയ്ത് അതിന് കോൺസിക്വൻസ് ഉണ്ട്, പണിഷ്മെന്റ്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യം മുൻ കണ്ടുകൊണ്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുക, അവരുടെ ഡെസിഷൻസ് എടുക്കാം. സോ ദാറ്റ് ഇസ് വാട്ട് ഹാപ്പൻസ് ഇൻ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി. ഇതിൽ നമുക്ക് 2 സ്റ്റേജസ് ആണ് വരുന്നത്. സ്റ്റേജ് 1 ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ്, സ്റ്റേജ് 2 എന്താണ്, ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, സ്റ്റേജ് 1 നമുക്കറിയാം അഡൽട്സ് ആയിട്ടുള്ള ആളുകൾ ദേ ഹാവ് ഫിക്സ് സർട്ടൺ റൂൾസ് അല്ലേ, ചില റൂൾസ് ഒക്കെ അവർക്ക് വേണ്ടി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ റൂൾസിന് മാറ്റമൊന്നുമില്ല. ഇപ്പം നമ്മൾ അത് അനുസരിച്ച് പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അനുസരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ്, അങ്ങനെ അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അതൊക്കെ അനുസരിച്ച് നന്നായിട്ടിരിക്കുന്നത് ആ പ്രായത്തിൽ അല്ലേ. അപ്പോൾ ഈ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിലെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റിൽ പീപ്പിൾ അറ്റ് ദിസ് സ്റ്റേജ് സീ റൂൾസ് ഇസ് ഫിക്സ്ഡ് ആൻഡ് അബ്സല്യൂട്ട്. അതായത് ഒരു കാര്യം ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുതെന്ന് മാത്രമാണ്. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എക്സെപ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അതിൻ്റെ വ്യത്യാസം അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ കുഴപ്പമില്ല, ഇങ്ങനെയുള്ള തോട്ട്സ് ഒന്നും കുട്ടികൾക്ക് വർക്ക് ആവില്ല. ഇറ്റ്സ് ഫിക്സ്ഡ്, അത് അങ്ങനെ തന്നെയാണ്. നമ്മളത് അനുസരിക്കണം, അനുസരിച്ചില്ലെങ്കിൽ നമുക്ക് തല്ല് കിട്ടും അല്ലെങ്കിൽ വഴക്ക് കിട്ടും. അപ്പോൾ ആ വഴക്ക് അല്ലെങ്കിൽ ആ ഒരു പണിഷ്മെൻറ്റ് ഒഴിവാക്കാനായിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യുന്നത്, റൂൾസ് അനുസരിക്കുന്നത്. ഈ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയുടെ തന്നെ രണ്ടാമത്തെ ഒരു സ്റ്റേജ് എന്താണ്, ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്, അറ്റ് ദ ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് children account for individual points of view and judge actions based on how they serve individual needs. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ കുറച്ചുകൂടി അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ, അതായത് ഈ പണിഷ്മെൻറ്റ് കിട്ടുന്നത് കൊണ്ട് എന്ത് ചെയ്യാണ്, അവരൊരു കാര്യം ചെയ്യാതിരിക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് children account for individual point of view and judge actions based on how they serve individual needs. അതായത് ഞാനിത് ചെയ്താൽ എനിക്കിപ്പോൾ എന്തെങ്കിലും എനിക്ക് ഗുണം കിട്ടും, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ എനിക്ക് എന്തെങ്കിലും റിവാർഡ് കിട്ടുമോ, റീഇൻഫോഴ്സ്മെൻറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ ഞാനിത് ചെയ്താൽ വേറൊരാൾക്ക് വിഷമം ഉണ്ടാവുമെങ്കിൽ ഞാൻ എന്തെങ്കിലും അവരോട്, അല്ലെങ്കിൽ എനിക്ക് ഇത് സംഭവിച്ചാൽ എനിക്ക് വിഷമം വരും, അതുകൊണ്ട് ഞാൻ അയാളോട് ചെയ്യുന്നില്ല. ഈ രീതിയിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ പതിയെ കുട്ടികളിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങും. അപ്പോൾ ഞാനിത് പണിഷ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതിനപ്പുറത്തേക്ക്, അതായത് റൂളുണ്ട് പണിഷ്മെൻറ്റ് കിട്ടുന്നുള്ളതിനപ്പുറത്തേക്ക് ഓക്കെ ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ എന്ത് റിവാർഡ് കിട്ടും, അല്ലെങ്കിൽ എൻ്റെ നീഡ് എങ്ങനെ അത് സാറ്റിസ്ഫൈ ചെയ്യും എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് കുട്ടികൾ എന്ത് ചെയ്യും, മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇതാണ് ഈ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിലെ തന്നെ രണ്ടാമത്തെ സ്റ്റേജ്. അപ്പോൾ ലെവൽ 1 എന്ന് പറഞ്ഞാൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയാണ്. അവിടെ നമുക്ക് എന്തുണ്ട്, ആദ്യത്തെ സ്റ്റേജ് ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെൻറ്റ് ആണെങ്കിൽ രണ്ടാമത്തെ സ്റ്റേജ് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച് ആണ്. ഇനി രണ്ടാമത്തെ ലെവൽ എന്താണ്, കൺവെൻഷണൽ മൊറാലിറ്റി ആണ്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് മോറൽ ഡെവലപ്മെന്റ് ആൻഡ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ അക്സെപ്റ്റൻസ് ഓഫ് സോഷ്യൽ റൂൾസ് കൺസേണിങ് റൈറ്റ് ആൻഡ് റോങ്. ഇവിടെ ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന കാര്യം എന്ത്, സോഷ്യൽ ആയിട്ടുള്ള, അതായത് സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്ന റൈറ്റ്സ് ആൻഡ് റോങ്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ നമ്മുടെ മോറൽ ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ സംഭവിക്കുക. During this time, adolescents and adults internalize the moral standards they have learned from their role models and from society. അപ്പോൾ so far നമ്മൾ കാണുന്ന എന്താണ്, ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള റൂൾ ഉണ്ട് അല്ലേ, ഒരു അബ്സല്യൂട്ട് റൂൾ ഉണ്ട്, ഒരു തരത്തിലുള്ള നെഗോസിയേഷനും പറ്റത്തില്ല, നമ്മളത് അനുസരിച്ചേ പറ്റുള്ളൂ, അങ്ങനെ ഒരു സ്റ്റേജാണ് ഇനിഷ്യലി കാണുന്നത്. അതിനുശേഷം ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചില വ്യൂ പോയിന്റ്സ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് എന്താ കിട്ടുക, അങ്ങനത്തെ ചിന്തകളൊക്കെ കുട്ടികളിൽ വരുന്നു. കൺവെൻഷണൽ മൊറാലിറ്റിയിൽ ദ ഫോക്കസ് ഈസ് ഓൺ സോഷ്യൽ നോംസ്, അതായത് സൊസൈറ്റി ഉണ്ടാക്കിയിരിക്കുന്ന
റൂൾസ് അല്ലെങ്കിൽ റൈറ്റ് റോങ്ങുമായിട്ട് ബന്ധപ്പെട്ട് സൊസൈറ്റി എന്ത് പറയുന്നു, അല്ലെങ്കിൽ നമ്മൾ റോൾ മോഡലായിട്ട് വെച്ചിരിക്കുന്ന ആളുകളൊക്കെ എന്താ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ ശരിയോ തെറ്റോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തുടങ്ങും. സോ ഇവിടുത്തെ ആദ്യത്തെ സ്റ്റേജ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റേജസ് മുഴുവനായി കൺസിഡർ ചെയ്യുമ്പോൾ സ്റ്റേജ് 3 എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്പിംഗ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇതിനെ നമ്മൾ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്ന് പറയും. അതായത് ഈ സ്റ്റേജിൽ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്താ? ബാക്കിയുള്ള ഒരാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടാനാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള സോഷ്യൽ റോൾസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മളൊരു മകളായിരിക്കാം, മകനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭാര്യയാവാം, ഭർത്താവാം, ഇങ്ങനെ പല റോൾസ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത് എന്താ? ഓക്കെ, അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയും. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഞാനൊരു മോശം ആളാണെന്ന് ആളുകൾ വിചാരിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും അതൊരു നല്ല കുട്ടിയാണെന്ന് പറയല്ലോ എന്നുള്ള തോന്നലിൽ നിന്നാണ് പലപ്പോഴും നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം നമ്മളൊരു കാര്യം എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിനകത്ത് നമ്മുടെ തോട്ട് എന്താ? ഇങ്ങനെ ഞാൻ ചെയ്താൽ എല്ലാവരും നല്ലതെന്ന് പറയും, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് പറയും, എന്നെക്കുറിച്ച് മോശമായിട്ട് പറയും. അപ്പം നമ്മളുടെ ഒരു സോഷ്യൽ റോൾസ്, ബാക്കിയുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ, അതിനനുസരിച്ച് നമ്മുടെ ശരി തെറ്റുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു വാല്യൂ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഡെവലപ്പിംഗ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു കൺഫോമിറ്റി ആണ്, അതായത് നല്ലത് അല്ലെങ്കിൽ നല്ലതെന്ന് കേൾക്കാനായിട്ടുള്ള ഒരു കൺഫോമിറ്റി. അപ്പോൾ അവിടെ എന്താ, നമ്മുടെ റിലേഷൻഷിപ്പ് അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് നമ്മളൊരു റോള് വഹിക്കുന്നുണ്ട്, നമ്മളൊരു പെർട്ടിക്കുലർ, നമുക്ക് ഓരോ റിലേഷൻഷിപ്പിൽ ഓരോ റോളുണ്ട്. ആ റോൾ നന്നായിട്ട് ചെയ്ത് ബാക്കിയുള്ളവരുടെ അപ്രിസിയേഷൻ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ കണ്ണിൽ അവർ വിചാരിക്കുന്ന അവരുടെ എക്സ്പെക്ടേഷനോട് കൺഫേം ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ മാറുക. ദാറ്റ് ഈസ് ഡെവലപ്പിംഗ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. ഈ രണ്ടാമത്തെ ഈ ഒരു പെർട്ടിക്കുലർ ലെവലിൽ കൺവെൻഷണൽ സ്റ്റേജിൽ തന്നെ അല്ലെങ്കിൽ കൺവെൻഷണൽ ലെവലിൽ തന്നെ വരുന്ന അടുത്ത സ്റ്റേജാണ് മൊത്തത്തിൽ ചിന്തിക്കുമ്പോൾ സ്റ്റേജ് 4, maintaining the social order. The child or individual becomes aware of the wider rules of society. So judgments concern obeying the rules to uphold the law and avoid guilt. ഇവിടെ എന്താണ്, ഇവിടെ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന സോഷ്യൽ ഓർഡറിന് അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ ഓർഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം നമുക്ക് വെച്ചിട്ടുള്ള ലോസ് ഒക്കെ അനുസരിച്ച് ജീവിക്കണം, അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് കുറ്റബോധം ഉണ്ടാവാതിരിക്കാൻ ആ സോഷ്യൽ റൂൾസിനെ നമ്മൾ കുറച്ചുകൂടി വൈഡർ ആസ്പെക്ട്, ഈ പറഞ്ഞൊരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫ്രെയിം വർക്കിൽ മാത്രമല്ലാണ്ട് ഒരു സോഷ്യലി കുറച്ചുകൂടി വൈഡർ ആസ്പെക്ട്സിൽ നമ്മൾ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിക്കുകയും ലോസിനെ അപ്ഹോൾഡ് ചെയ്യുകയും ചെയ്യുന്നൊരു ഫേസാണ് മെയിൻറ്റെയിനിങ് ദി സോഷ്യൽ ഓർഡർ. ഇനി ലെവൽ 3 എന്ന് പറഞ്ഞാൽ എന്താ? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ആണ്. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദിസ് ലെവൽ ഓഫ് മോറൽ ഡെവലപ്മെന്റ് പീപ്പിൾ ഡെവലപ്പ് an അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അബ്സ്ട്രാക്ട് പ്രിൻസിപ്പിൾസ് ഓഫ് മൊറാലിറ്റി. സോ ഈ പോസ്റ്റ് കൺവെൻഷനിൽ ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പ്രോപ്പർ ധാരണ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അതിൻ്റെ ഒരു അബ്സ്ട്രാക്ട് ഐഡിയ എന്താണ് ഈ മൊറാലിറ്റി എന്നുള്ളതിനെ കുറിച്ച് വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ളൊരു ചിന്തയിലൊക്കെ ആളുകൾ പോകുന്ന ഒരു ഫേസാണ് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് 2 സ്റ്റേജസ് ഉണ്ട്, ദാറ്റ് ഇസ് സ്റ്റേജ് 5 ആൻഡ് സ്റ്റേജ് 6. സോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സ്റ്റേജ് 5 വി ഹാവ് സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ്. ഇനി സ്റ്റേജ് 6 എന്താ? യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ. സോ ഇവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സോ സ്റ്റേജ് 5 the ideas of a social contract and individual rights cause people in the next stage to begin to account for the differing values, opinions and beliefs of other people. Rules of law are important for maintaining a society, but members of the society should agree upon this standard. So ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്, ലോ നല്ലതാണ്, അതായത് റൂൾസ് നല്ലതാണ്. ഓഫ് കോഴ്സ് ഒരു സൊസൈറ്റിയുടെ സുഗമമായിട്ടുള്ള നടത്തിപ്പിന് റൂൾസും വാല്യൂസും ലോസും ഒക്കെ നല്ലതാണ്. പക്ഷേ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഫാക്ടർ അല്ലെങ്കിൽ കൺസേൺ എന്താണ്? ലോസ് നല്ലതാണ്, ബട്ട് അത് അവിടെയുള്ള ആളുകൾ ഒരുപോലെ അവർക്കത് യൂസ്ഫുൾ ആവണം, അല്ലെങ്കിൽ ആളുകളുടെ ഇൻട്രസ്റ്റുകളെ മാനിച്ചുകൊണ്ടുള്ള റൂൾസ് വരണം. എങ്കിലേ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? റൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് നല്ല റൂൾസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓഫ് കോഴ്സ് റൂൾസ് നല്ലതാണ്, റൂൾസും വാല്യൂസും കാര്യങ്ങളൊക്കെ വേണം. പക്ഷെ വി നീഡ് ടു കൺസിഡർ ദ വാല്യൂസ്, ബിലീവ്സ് ആൻഡ് ദി ഒപ്പീനിയൻസ് ഓഫ് ദി പീപ്പിൾ. ആളുകൾക്ക് എന്താ വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം റൂൾ ഉണ്ടാക്കാൻ. അല്ലാതെ നമ്മൾ റൂൾ ഉണ്ടാക്കിയിട്ട് റൂള് എല്ലാവരും അനുസരിക്കും എന്ന് പറയുന്നതിൽ എന്തുണ്ട്? ഒരു പ്രശ്നമുണ്ടെന്നുള്ളതാണ് സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സിലെ ഫോക്കസ്. സോ ദി ഐഡിയാസ് ഓഫ് എ സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് cause people in the next stage to begin to account for the differing values, opinions and beliefs of other people. അതായത് ഒരു മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളും അവരുടെ വാല്യൂസും അതും കൂടെ കൺസിഡർ ചെയ്യണം. സോ റൂൾസ് ഓഫ് കോഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, റൂൾസ് ഓഫ് ലോസ് ആർ ഇമ്പോർട്ടൻറ്റ് ടു മെയിൻറ്റെയിൻ എ സൊസൈറ്റി. ബട്ട് അതിനകത്ത് ആ സൊസൈറ്റിയിലുള്ള ആളുകൾ അതിനോട്, ആ സ്റ്റാൻഡേർഡ്സിനോട് എന്തുമാത്രം അവർക്കത് അപ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർക്കത് വേണോ എന്നുള്ളത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചിന്തിക്കണം. അവർക്ക് വേണ്ടാത്തൊരു ലോ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അല്ലെങ്കിൽ
അങ്ങനെ ഒരു ലോ കൊണ്ടുവന്ന്, അതായത് പെർട്ടിക്കുലറായിട്ട് ഇൻഡിവിജ്വലിൻ്റെ ഇൻട്രസ്റ്റിനെതിരായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലോ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ബേസിക്കലി ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി സ്റ്റേജ് 6 എന്താണ്, യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താ, Kohlberg's final level of moral reasoning is based on universal ethical principles and abstract reasoning. At this stage, people follow these internalized principles of justice even if they conflict with laws and rules. ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്, ഈ ഒരു സ്റ്റേജിൽ ആളുകൾ അവരുടേതായിട്ടുള്ള ഓൺ സെറ്റ് ഓഫ് മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് എന്ത് ചെയ്യാണ്, അവർ ക്രിയേറ്റ് ചെയ്യണം. സോ ദേ ഹാവ് ദെയർ ഓൺ ഐഡിയാസ്. ഇപ്പം എന്താണ് ഹ്യൂമൻ റൈറ്റ്, ജസ്റ്റിസ്, ഇക്വാലിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആളുകൾക്ക് എന്തുണ്ട്, അവരുടേതായിട്ടുള്ള ദേ ഹാവ് ദെയർ ഓൺ സെറ്റ് ഓഫ് മോറൽ ഐഡിയാസ് ആൻഡ് മോറൽ ഗൈഡ് ലൈൻസ്. ചിലപ്പോൾ ഇത് നമ്മുടെ റൂൾസിനോട് എന്ത് ചെയ്യാം, അതിനോട് യോജിച്ചു പോവാം, ചിലപ്പം അത് യോജിച്ചില്ല എന്നും വരാം. ഇനി അങ്ങനെ യോജിച്ചില്ലെങ്കിലോ, ദീസ് പ്രിൻസിപ്പിൾസ് എന്ന് വെച്ചാൽ ഇതൊക്കെ ഈ ജസ്റ്റിസ്, ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നത് എന്താണ്, അത് ദേ ഹാവ് ദെയർ ഓൺ ഐഡിയാസ് ഓൺ ദാറ്റ്, അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പ്രിൻസിപ്പിൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ലോയിനോട് ഇപ്പോൾ ഓൾറെഡി സൊസൈറ്റി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നോംസിനോട് യോജിച്ചു പോകുന്ന കാര്യങ്ങളാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇനി യോജിച്ചു പോയില്ലെങ്കിലും ദേ ആർ റെഡി ടു പ്രാക്ടീസ് വാട്ട് ദേ ബിലീവ് ഇൻ. അവരുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നോട്ട് ലൈക്ക് ഇഷ്ടങ്ങൾ, അവരുടെ ഈ ഒരു പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ഐഡിയ, മോറൽ വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയ ദേ വിൽ പ്രാക്ടീസ്. അവർ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് അതിനൊരു ഡിസപ്രൂവലാണ് സൊസൈറ്റിയിൽ നിന്നുണ്ടാകുന്നത്, ഈവൻ അതിന് എന്ത് കോൺസിക്വൻസ് ഉണ്ടെങ്കിലും ദേ ആർ റെഡി ടു അക്സെപ്റ്റ്, ദേ ആർ റെഡി ടു എന്താ പറയുക, അതിനെ ഫേസ് ചെയ്യാനായിട്ട് റെഡിയാണ്. സോ ദേ ഹാവ് ദെയർ ഓൺ സെറ്റ് ഓഫ് മോറൽ വാല്യൂസ്, മോറൽ ഗൈഡ് ലൈൻസ്. സോ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ദേ ഹാവ് സർട്ടൻ യൂണിവേഴ്സൽ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആൻഡ് അബ്സ്ട്രാക്ട് റീസണിങ് റിഗാർഡിങ് ദാറ്റ്. അപ്പോൾ അവരുടെ റീസണിങ്ങിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ചില മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഉണ്ടാവും. അത് ചില സമയം സൊസൈറ്റൽ നോംസിനോട് യോജിച്ചു പോവാൻ, ചില സമയം യോജിക്കാതെയും ഇരിക്കാം. ഇനി യോജിക്കാതെ ഇരുന്നാലും ദാറ്റ് ഡസൻറ്റ് മാറ്റർ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് ഉണ്ടാവുക. ഇതിനെയാണ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയാം. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നമ്മൾ ക്വിക്കായിട്ട് ജസ്റ്റ് ഈ തിയറിയിലെ പ്രധാനപ്പെട്ട ലെവൽസും സ്റ്റേജസുമാണ് ഇവിടെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചത്. സോ ദിസ് ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ഇൻ December 2022. ക്വസ്റ്റ്യൻ എന്താ, അക്കോർഡിംഗ് ടു Kohlberg's theory, the conventional level of moral development includes the following stages, and we have the options: obedience orientation, being nice or relationships orientation, social contract orientation, law and order orientation, universal ethical principles orientation. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഡിഫറെൻറ്റ് ലെവൽസ് പഠിക്കണം, ഡിഫറെൻറ്റ് സ്റ്റേജസ് പഠിക്കണം. അത് മാത്രം പോരാ, ഓരോ ലെവൽസിനുള്ളിൽ വരുന്ന കൃത്യമായിട്ടുള്ള സ്റ്റേജസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത് അങ്ങനെയുള്ളൊരു ചോദ്യമാണ്. കൺവെൻഷണൽ ലെവലിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റേജസ് എന്തൊക്കെ എന്നുള്ളതാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. സോ നമുക്കറിയാം, ഇതിനകത്ത് നമ്മൾ ഈ കൺവെൻഷണൽ ലെവലിൽ എന്താ, കൺഫോമിറ്റി ടു ബീങ് നൈസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്റർപേഴ്സണൽ അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയന്റേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. അതൊക്കെ എവിടെയാണ് വരുന്നത്, കൺവെൻഷണൽ ലെവലിലാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ഓപ്ഷൻ നമുക്ക് എടുക്കാം, ബീങ് നൈസ് ഓർ റിലേഷൻഷിപ്സ് ഓറിയന്റേഷൻ എടുക്കാം. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞത് എന്താ, സൊസൈറ്റൽ ലോസിനോടുള്ള അതിനോടുള്ളൊരു ഓറിയന്റേഷൻ, അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് ശരിതെറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നൊരു സ്റ്റേജ്. ഇവിടെ നമ്മൾ മെയിൻലി പറഞ്ഞ ഏതൊക്കെയായിരുന്നു, ഡെവലപ്പിംഗ് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഓറിയന്റേഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ മെയിൻറ്റെയിനിങ് ദ സോഷ്യൽ ഓർഡർ, ലോ ആൻഡ് ഓർഡർ, സോഷ്യൽ ലോ ആൻഡ് ഓർഡർ, അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളൊരു ആസ്പെക്ട് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏതൊക്കെ ഓപ്ഷൻസ് എടുക്കുന്നത്, ബീങ് നൈസ് ഓർ റിലേഷൻഷിപ്പ് ഓറിയന്റേഷനും ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷനും എടുക്കാം. ഓക്കെ, ആ കോൺസെപ്റ്റുകളെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അസോസിയേറ്റ് ചെയ്ത് വി ക്യാൻ ഗോ വിത്ത് ബി ആൻഡ് ഡി. ഒബീഡിയൻസ് കുറച്ചുകൂടെ ആദ്യത്തെ അല്ലേ, ആ ഒരു പ്രീ കൺവെൻഷണൽ മൊറാലിറ്റിയിലാണ് വരുന്നത്. സോഷ്യൽ കോൺട്രാക്റ്റും അതിൻ്റെ കൂടെ തന്നെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസും, ഇത് രണ്ടും എവിടെയാണ് വരുന്നത്, നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അത് രണ്ടും പോസ്റ്റ് കൺവെൻഷനിലാണ് വരുന്നത്. സോ ഇൻ ദാറ്റ് സെൻസ് ദ റൈറ്റ് answer for this question includes option B and D. So B and D only is the option, B and D only is option C. So the right answer is option C itself. Moving to another question, December 2020 and June 2021 merge cycle ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. Kohlberg's theory of moral development comprises of following stages. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ, മോറൽ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന സ്റ്റേജസ് ഏതൊക്കെയെന്ന് ഐഡന്റിഫൈ ആണ്. ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഒബീഡിയൻസ് ഓറിയന്റേഷൻ, ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓറിയന്റേഷൻ, റിവാർഡ്സ് ഓർ എക്സ്ചേഞ്ച് ഓറിയന്റേഷൻ, ലോ ആൻഡ് ഓർഡർ ഓറിയന്റേഷൻ, സോഷ്യൽ കോൺട്രാക്ട് ഓറിയന്റേഷൻ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഓറിയന്റേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. അപ്പോൾ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാത്തൊരു ആൻസർ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ബേസിക്കലി നമ്മൾ ചെയ്യേണ്ടത്.
സോ എക്കകത്ത് ബി ഉണ്ട്, സിക്കകത്ത് ബി ഉണ്ട്, ഡിക്കകത്ത് ബി ഉണ്ട്. അപ്പം തന്നെ ആൻസർ ആയി. ഈ എ സി ഡി ഓപ്ഷൻസ് അങ്ങ് എലിമിനേറ്റ് ചെയ്താൽ യു വിൽ കം ടു ദി ആൻസർ, ദാറ്റ് ഇസ് ഓപ്ഷൻ ബി. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ഒബീഡിയൻസ് ഓറിയന്റേഷൻ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റിവാർഡ്സ് ഓർ എക്സ്ചേഞ്ച് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രീ കൺവെൻഷണൽ ലെവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് രണ്ടാമത് വരുന്നത് ഒബീഡിയൻസ് ഓറിയന്റേഷൻ. ഇൻഡിവിജ്വലിസം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, അവിടെയാണ് റിവാർഡ്സ് ഓർ എക്സ്ചേഞ്ച് ഓറിയന്റേഷൻ എന്നുള്ളൊരു ആസ്പെക്ട് വരുന്നത്. ലോ ആൻഡ് ഓർഡർ നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, കൺവെൻഷനിൻ്റെ ഭാഗമായിട്ട് വരും. സോഷ്യൽ കോൺട്രാക്ട് ഇവിടെ വരും, പോസ്റ്റ് കൺവെൻഷനിൽ വരും. സോ ഇൻ ദാറ്റ് സെൻസ് എ സി ഡി ആൻഡ് ഡി ആണ്. സോ എ സി ഡി ആൻഡ് ഡി only is option B. So the right answer is option B itself. So moving to the next topic that we are going to discuss in this session, that is choice based ക്രെഡിറ്റ് സിസ്റ്റം അല്ലെങ്കിൽ CBCS. ഓക്കെ, സോ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഇനിഷ്യലി പറഞ്ഞായിരുന്നു. ഇതൊരു പുതിയ ടോപ്പിക് ആസ് സച്ച് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനുള്ള ക്വസ്റ്റ്യൻസ് അവർ കൂടുതലായിട്ട് റീസെൻറ്റ് എക്സാംസിൽ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇവാലുവേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ സിലബസിൽ തന്നെ വരുന്ന ഒരു ഏരിയ ആണിത്. പക്ഷേ ഇവാലുവേഷനിൽ അവർ കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്തിരുന്നത് ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ, നമ്മുടെ ഈ ഫോർമേറ്റീവ്, സമ്മേറ്റീവ് അങ്ങനത്തെ ആയിരുന്നു. പക്ഷേ റീസെൻ്റ്ലി ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ച് കാണുന്നത് കൊണ്ട് നമ്മളൊരു അപ്ഡേറ്റഡ് ഒരു അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഈ ഒരു കോൺസെപ്റ്റിനെ കൂടി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ പ്രൈമറിലി നമുക്ക് വേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ് CBCSൻ്റെ ഫുൾ ഫോം എന്നുള്ളതാണ്. അത് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ CBCS stands for Choice Based Credit System, and it provides a convenient at the same time effective teaching learning platform when the student or knowledge seeker has the flexibility to choose their course from a list of elective, core and soft skill courses. അപ്പോൾ ബേസിക്കലി പറഞ്ഞാൽ എന്താ, ഈ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇതൊരു നമ്മൾ ആസ് എ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റിയാണ്. ഒരു ലേണറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള ഓപ്ഷൻസിൽ നിന്ന് ദേ ഹാവ് എ ലിസ്റ്റ് ഓഫ് കോഴ്സസ്, അതിനെ നമുക്ക് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ആ കാറ്റഗറി ഓഫ് കോഴ്സസിൽ നിന്ന് അവർക്ക് ഇഷ്ടമുള്ള കോഴ്സ് ചൂസ് ചെയ്യാനായിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി നൽകുന്നു എന്നുള്ളതാണ് CBCS അല്ലെങ്കിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സിഗ്നിഫിക്കൻറ്റ് എലമെൻ്റ് ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. സോ ഇറ്റ് ഈസ് ബേസിക്കലി ആൻ ഇനിഷ്യേറ്റീവ് ഫ്രം ദ പാർട്ട് ഓഫ് യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ ഓർ UGC, which enhances and promotes the educational liberalization of existing conventional higher education models. The courses can be evaluated following the grading system, which is considered to be better than the conventional mark system. ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ UGC ആണ് ഇങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവരുന്നത്. ആൻഡ് ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദി ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ആൻഡ് കുറച്ചുകൂടെ ഒരു ഇതിൻ്റെ ഒരു ഇവാലുവേഷൻ പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ ഗ്രേഡിംഗ് സിസ്റ്റമാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്, അപ്പാർട്ട് ഫ്രം ഡിഫറെൻറ്റ് ഫ്രം ദി കൺവെൻഷണൽ മാർക്കിംഗ് സിസ്റ്റം. മാർക്ക് എന്നുള്ളതിന് പകരം ഗ്രേഡിംഗ് സിസ്റ്റം എന്നുള്ളൊരു ആശയമാണ് CBCS മുമ്പിലേക്ക് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് CBCSനെ കുറിച്ച് വേണ്ട പ്രൈമറി അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഫുൾ ഫോം നോക്കണം, UGCയുടെ ഇനിഷ്യേറ്റീവ് ആണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ എന്താണ്. അതായത് ഈ പറയുന്ന CBCSൽ നമുക്ക് മെയിനായിട്ട് 3 തരത്തിലുള്ള കോഴ്സസ് ഉണ്ട്. ആ 3 തരത്തിലുള്ള കോഴ്സസിന് അണ്ടറിൽ എന്തൊക്കെയാണ് വരുന്നത്, അപ്പോൾ ആ ഒരു ഔട്ട്ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ഗ്രേഡിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്സും നമുക്ക് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വേണം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്ന ഒരു ഔട്ട്ലൈൻ ആണ്. അപ്പോൾ ബേസിക്കലി ഈ CBCS അല്ലെങ്കിൽ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ നമുക്ക് എത്ര തരത്തിലുള്ള കോഴ്സസ് ആണുള്ളത്? 3 തരത്തിലുള്ളതാണ്. 1 കോർ കോഴ്സ്, 2 ഇലക്റ്റീവ്, പിന്നെ നമുക്ക് വരുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്. ഇതാണ് 3 കോഴ്സസ് ജനറലി നമ്മൾ ഐഡന്റിഫൈ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് ദി ഇലക്റ്റീവ് കോഴ്സ് ആൻഡ് ഓൾസോ കോർ കോഴ്സ്. ഇത് ജനറൽ ഐഡിയ. ഇനി ഇതിനകത്ത് ഓരോന്നിനും അണ്ടറിൽ ഏതൊക്കെ വരുന്നു എന്നുള്ളതും പഠിക്കണം. ഈ 2 രീതിയിലും ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, സോ കോർ കോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത്. ഇപ്പോൾ ഒരു കോഴ്സ് എടുക്കുന്ന സമയത്ത് ആ ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ലേണർ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട കോഴ്സസിനെയാണ് നമ്മൾ കോർ കോഴ്സ് എന്ന് പറയാം. സോ കോഴ്സ് വിച്ച് ഷുഡ് കമ്പൽസറിലി ബി സ്റ്റഡീഡ് ബൈ എ കാൻഡിഡേറ്റ് ആസ് എ കോർ റിക്വയർമെന്റ് ഇസ് ടേംഡ് ആസ് എ കോർ കോഴ്സ്. അപ്പോൾ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ട കോഴ്സിനെ നമ്മൾ കോർ കോഴ്സ് എന്ന് വിളിക്കുന്നു. Then we have elective course. Elective course എന്ന് പറഞ്ഞാൽ എന്താ? Generally, a course which can be chosen from a pool of courses and which may be very specific or specialized
or advanced or supportive to the discipline or subject of study, or which provides an extended scope or which enables an exposure to some other disciplines or subject or domain or nurtures the candidate's proficiency or skill is called an elective course. അപ്പോൾ ഇത് വലിയൊരു ഡിസ്ക്രിപ്ഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സോ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എന്താ, ആ ആൾ എടുത്തിരിക്കുന്ന കോഴ്സിലേക്ക് അദ്ദേഹത്തെ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സപ്പോർട്ടീവ് കോഴ്സ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു ഡിസിപ്ലിനിലേക്ക് ഒരു എക്സ്പോഷർ കിട്ടുന്ന ഒരു കോഴ്സോ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിൽ, കാൻഡിഡേറ്റിന്റെ സ്കില്ലോ പ്രൊഫഷൻസിയോ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളൊരു കോഴ്സോ ഇലക്ടീവ് കോഴ്സിന്റെ ഭാഗമായിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ കോർ കോഴ്സ് കമ്പൽസറി ആയിട്ട് പഠിക്കണം. ഇലക്ടീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പൂൾ ഓഫ് കോഴ്സ് ഫ്രം വിച്ച് ദി സ്റ്റുഡൻറ് ക്യാൻ ആക്ച്വലി ചൂസ് സർട്ടൻ കോഴ്സസ് ദാറ്റ് വിൽ ഹെൽപ്പ്, or അവരുടെ ഒരു പഠനത്തെ ഹെൽപ്പ് ചെയ്യുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള കോഴ്സസ്, അല്ലെങ്കിൽ വേറൊരു ഡിസിപ്ലിനിലേക്ക് എക്സ്പോഷർ കിട്ടുന്ന കോഴ്സോ, അല്ലെന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റിന്റെ പ്രൊഫഷൻസിയോ സ്കില്ലോ വർദ്ധിപ്പിക്കുന്ന ഒരു കോഴ്സോ ഇലക്ടീവിന്റെ ഭാഗമായിട്ട് എടുക്കാം. ഇനി ഈ ഇലക്ടീവ് കോഴ്സസ് തന്നെ നമുക്ക് വീണ്ടും അതിൻ്റെ അണ്ടറിൽ ചില സ്പെസിഫിക് ആയിട്ടുള്ള കോഴ്സസ് ഉണ്ട്. അല്ലെങ്കിൽ ഇലക്ടീവ് കോഴ്സിന്റെ അണ്ടറിൽ ഏതൊക്കെ കാറ്റഗറീസ് ആണ് വരുന്നത്? ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്ടീവ് ഉണ്ട്, then we have dissertation or project ഉണ്ട്, then generic elective ഉണ്ട്. ഓക്കെ, എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ കോർ കോഴ്സ് എന്ന് പറഞ്ഞു, ഇലക്ടീവ് കോഴ്സ് 2, ഇലക്ടീവ് കോഴ്സിന് അണ്ടറിൽ വരുന്ന കോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കണം. But discipline specific elective courses എന്താ? Elective courses may be offered by the main discipline or subject of study is referred to as discipline specific elective. The university or institute may also offer discipline-related elective courses of interdisciplinary nature to be offered by main discipline or subject of study. അതായത് ബേസിക്കലി ഇവിടെ ഫോക്കസ് ചെയ്യുന്ന എന്താ, ഒരു മെയിൻ ഡിസിപ്ലിൻ അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡിയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്ന ഇലക്റ്റീവ് കോഴ്സസ്, അതിനാണ് ഡിസിപ്ലിൻ സ്പെസിഫിക് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊരു കൃത്യമായിട്ടൊരു ഒരു മെയിൻ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്റ്റീവ്സ് അല്ലെങ്കിൽ കോഴ്സസ് എന്ത് ചെയ്യണം, ഇലക്റ്റീവ് കോഴ്സിൻ്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യണം. ദെൻ വി ഹാവ് ഡെസിറ്റേഷൻ ഓർ പ്രൊജക്റ്റ്. ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? An elective course designed to acquire special or advanced knowledge such as supplement study or support study to a project work, and a candidate studies such a course on his own with an advisory support by a teacher or faculty member is called dissertation or project. അപ്പോൾ കുറച്ച് ഡിസിറ്റേഷൻ പ്രൊജക്റ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡെഫിനേഷൻ പോലെ അവർ കുറച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത് നമ്മൾ ഓർക്കേണ്ട എന്താ, ഇലക്റ്റീവിൽ രണ്ടാമത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഡെസിറ്റേഷൻ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ആണ്. 3 എന്താണ്, ജനറിക് ഇലക്റ്റീവ് ആണ്. An elective course chosen generally from an unrelated discipline or subject with an intention to seek exposure is called a generic elective. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇലക്റ്റീവ് ഉണ്ട്, നമ്മളുടെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട ഇലക്റ്റീവ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ ജനറിക് ഇലക്റ്റീവ് ഉണ്ട്. ഇവിടെ എന്താ ഫോക്കസ് ചെയ്യുന്നത്? നമുക്ക് നമുക്ക് എന്താ ഒരു പെർട്ടിക്കുലർ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള നമ്മുടെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനിൽ നിന്ന് നമുക്കൊരു കോഴ്സ് വേണമെങ്കിൽ ഇലക്ട് ചെയ്യാം. സോ ദാറ്റ് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ചൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക എന്നുള്ള ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ അതിനൊരു എക്സ്പോഷർ കിട്ടുക. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം ഇലക്റ്റീവ് കോഴ്സിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞത്. അതായത് ആ ഒരു ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ഇലക്റ്റീവിനകത്ത് വേണമെങ്കിൽ വരാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ നമുക്ക് വേറൊരു ഡിസിപ്ലിനിൽ നിന്ന് ആ ഒരു ഏരിയ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കോഴ്സ് എടുക്കാം. അതായത് ജനറിക് ഇലക്റ്റീവ് കോഴ്സ്. ആൻഡ് ഓൾസോ എന്താ നമ്മുടെ പ്രൊഫഷൻസി സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിൽ ഡെസിറ്റേഷനോ പ്രൊജക്ട്സോ ഒക്കെ നമുക്ക് ഇലക്റ്റീവിൻ്റെ ഭാഗമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് മനസ്സിലായല്ലോ. സോ അതിൻ്റെ കൂടെ അവർ ആഡ് ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഫ്രേസ് ആണ്. കോർ കോഴ്സ് ഓഫേർഡ് ഇൻ എ ഡിസിപ്ലിൻ ഓർ സബ്ജക്ട് may be treated as an elective by other discipline or subject and vice versa, and such electives may also be referred to as generic electives. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോർ കോഴ്സ് മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരാളെ സംബന്ധിച്ച് അവരുടെ എന്തിൻ്റെ ഭാഗമായിട്ട് വരാം, ജനറിക് ഇലക്റ്റീവിൻ്റെ ഭാഗമായിട്ട് വരാം. കാരണം അവരുടെ ഡിസിപ്ലിനുമായിട്ട് ഇതിന് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ജനറിക് ഇലക്റ്റീവിൻ്റെ ഭാഗമായിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന കോർ കോഴ്സ് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇതിനകത്ത് ബേസിക് ആയിട്ട് നിങ്ങൾ പറയേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് 3 ഔട്ട്ലൈൻ എടുക്കുമ്പോൾ പ്രധാനമായിട്ട് 3 തരത്തിലെ കോഴ്സുകളാണ്. അതായത് കോർ കോഴ്സ് കമ്പൽസറി കോഴ്സാണ് നമ്മൾ പറഞ്ഞു. ദെൻ വി ഹാവ് ഇലക്റ്റീവ് കോഴ്സ്. നമുക്ക് ഇലക്റ്റീവ് അതെങ്കിൽ നമുക്കൊരു പൂൾ ഓഫ് കോഴ്സസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് ഈ ഇലക്റ്റീവ് കോഴ്സസിന് അണ്ടറിൽ വരുന്നത്? ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്, ഡെസിറ്റേഷൻ ഓർ പ്രൊജക്റ്റ് ഉണ്ട്, ജനറിക് ഇലക്റ്റീവ് ഉണ്ട്. ഇനി മൂന്നാമത്തെ കോഴ്സ് എന്താണ്? എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ആണ്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിൽ വീണ്ടും നമുക്ക് ഇലക്റ്റീവ് കോഴ്സസ് പോലെ തന്നെ സബ് കാറ്റഗറീസ് ഉണ്ട്. അപ്പോൾ അവിടെ 3 ആയിരുന്നു, ഇവിടെ നമുക്ക് 2 എണ്ണമാണ് വരുന്നത്. ഏതൊക്കെയാണ്? എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസും സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസും. മനസ്സിലായല്ലോ? അപ്പോൾ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിൽ വി ഹാവ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ആൻഡ് ഓൾസോ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്. അപ്പം ഈ AACC അഥവാ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ? These are courses or these are based upon the content that leads to knowledge enhancement. That is
environmental science, and then we have media and information literacy, communication, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. And these are mandatory for all discipline. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ, AECC അല്ലെങ്കിൽ ഈ എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ജനറൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ നമുക്കൊരു നോളജ് എൻഹാൻസ്മെന്റിന് സഹായമായിരിക്കുന്ന രീതിയിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയൺമെന്റൽ സയൻസ് ഇതൊക്കെയാണ് അതിനകത്ത് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. സോ അതെല്ലാവർക്കും എന്താണ്, മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കേണ്ട കോഴ്സസ് ആണ്. ഓക്കെ, ഇനി SCC എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറി ഉണ്ട്, ദാറ്റ് ഇസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ്. സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് വാല്യൂ ബേസ്ഡ് എന്താ സ്കിൽ ബേസ്ഡ് ആൻഡ് ആർ എയിംഡ് അറ്റ് പ്രൊവൈഡിങ് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ്, കോമ്പറ്റൻസി, സ്കിൽസ് എക്സെട്ര. സോ ഈ പറഞ്ഞിരിക്കുന്ന സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസിൽ നമുക്ക് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്നത് വാല്യൂ ബേസ്ഡ് അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായകരമായിട്ടുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ അങ്ങനെ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് അതിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്, നിങ്ങൾ ഈ CBCSന്റെ ഔട്ട്ലൈൻ നോക്കുന്ന സമയത്ത് നമുക്ക് മേജറായിട്ട് 3 തരത്തിലുള്ള കോഴ്സസ് ഉണ്ട്. കോർ കോഴ്സ് ഉണ്ട്, ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്, അതിൻ്റെ കൂടെ വി ഹാവ് എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്. ഇതാണ് 3 എണ്ണം. അത് മനസ്സിലായല്ലോ. കോർ കോഴ്സ്, ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. ഇനി ഇതിനകത്തെ ഇലക്റ്റീവ് അല്ലെങ്കിൽ ഇലക്റ്റീവ് കോഴ്സിൻ്റെ അണ്ടറിൽ നമുക്ക് ഏതൊക്കെ ടൈപ്സ് ഉള്ളത്, ഡിസിപ്ലിൻ സ്പെസിഫിക് ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്, ഡെസിറ്റേഷൻ ഓർ പ്രൊജക്റ്റ് ഉണ്ട്, ജനറിക് ഇലക്റ്റീവ് കോഴ്സ് ഉണ്ട്. ഇനി എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിന്റെ ഭാഗമായിട്ട് വരുന്ന ഏതൊക്കെയാണ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കമ്പൽസറി കോഴ്സസ് ഉണ്ട്, സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈ 3 എണ്ണം ഏതാണ്, ഇതിനകത്ത് ഇലക്റ്റീവിൻ്റെയും അതുപോലെ സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെ, ഇങ്ങനെയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമുക്ക് പ്രൈമറിലി വേണ്ടത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കുന്ന ഈ CBCSന്റെ ഗ്രേഡിംഗ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ലെറ്റർ ഗ്രേഡ്സ് വന്നിട്ടുണ്ട്, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ ഗ്രേഡ് പോയിന്റ്സും തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കാം, അപ്പോൾ CBCS ഗ്രേഡിംഗ് സിസ്റ്റത്തിൽ 9 എന്ന് പറഞ്ഞാൽ അത് എന്ത് പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ A+ എന്ന് പറഞ്ഞ ഗ്രേഡിൽ എത്ര, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലെറ്റർ ഏത് ഗ്രേഡ് പോയിന്റിനോട് കറസ്പോണ്ട് ചെയ്യുന്നു, ഇങ്ങനെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ടേബിൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ എടുക്കുക, ആൻഡ് ഓൾസോ ഇതിനെക്കുറിച്ചൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക, ലെറ്റർ ഗ്രേഡ്സ് അതിൻ്റെ പെർഫോമൻസ് ആൻഡ് ഓൾസോ ദെയർ ഗ്രേഡ് പോയിന്റ്സ്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇത് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോട്ട്സ് ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടേക്ക് എ സ്ക്രീൻഷോട്ട്, അല്ലെങ്കിൽ നമ്മുടെ LMSൽ നമ്മുടെ നോട്ട്സിനകത്ത് ടെക്സ്റ്റ് ബുക്കിനകത്ത് നോട്ട്സിനകത്തൊക്കെ ഈ ടേബിൾ നിങ്ങൾക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അത് റെഫർ ചെയ്താലും മതിയാവും. ഓക്കെ, സോ നമുക്ക് അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇത് ജൂൺ 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു UGC ഗൈഡ്ലൈൻസ് ഓൺ സ്ട്രക്ചർ ആൻഡ് ഇംപ്ലിമെന്റേഷൻ ഓഫ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം CBCS, the letter grade B obtained by a student in a course corresponds to grade points of. അപ്പോൾ ലെറ്റർ ഗ്രേഡ് B എന്ന് പറഞ്ഞാൽ, ഓക്കെ, ഗ്രേഡ് B എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ലെറ്റർ ഗ്രേഡ് കിട്ടിയാൽ അത് എത്ര ഗ്രേഡ് പോയിന്റ് ആണ് നമുക്ക് കിട്ടുക എന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ലെറ്റർ ഗ്രേഡ് B പെർഫോമൻസ് എന്താ, എബവ് ആവറേജ് ആണ്, അതിന് കിട്ടുന്ന ഗ്രേഡ് പോയിന്റ് എത്രയാണ്, 6 ആണ്. ഓക്കെ, സോ 6 എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാ, ദാറ്റ് ഇസ് ഓപ്ഷൻ C. സോ ദ റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ C itself. അടുത്തൊരു ചോദ്യം ഡിസംബർ 2020 ആൻഡ് ജൂൺ 2021 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. CBCS provides an opportunity for students to choose courses from, and we have the options core courses, environmental education, elective courses, കമ്പ്യൂട്ടർ കോഴ്സസ്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ്. അപ്പോൾ CBCSന്റെ ഭാഗമായിട്ട് വരുന്ന കോഴ്സസ് അല്ലെങ്കിൽ ഏതൊക്കെ കോഴ്സസിൽ നിന്നാണ് CBCSന്റെ ഭാഗമായി കുട്ടികൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുള്ളത്, കോർ കോഴ്സസ് ഉണ്ട്, ഇലക്റ്റീവ് കോഴ്സസ് ഉണ്ട്, എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസ് ഉണ്ട്. അപ്പോൾ A, C, E ആണ് വരേണ്ടത്. A, C and D only is option D. So the right answer is option D itself. ഇത് കൂടാതെ ഇലക്റ്റീവ് കോഴ്സസിൻ്റെയും അതിൻ്റെ കൂടെ തന്നെ എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസിൻ്റെയും ഭാഗമായിട്ട് വരുന്ന അതിൻ്റെ സബ് കാറ്റഗറീസ് ഏതൊക്കെയാണെന്നുള്ളത് കൂടി നിങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഈ സെഷനിൽ നമ്മൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ നമ്മുടെ മാരത്തൺ വീഡിയോയുടെ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിവിടെ പ്ലാൻ ചെയ്തത്. സോ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മാരത്തണിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ഒക്കെ നമ്മൾ അവിടെ ചെയ്തിരുന്നു. സോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ഇസ് ലൈക്ക് നിങ്ങൾ തിയറിറ്റിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പഠിച്ചു, അതിന്ന് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ഒരു രീതിയിൽ മാത്രമുള്ളൊരു മൊഡ്യൂളല്ല. വളരെ തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇങ്ങനെ തിയറീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകളെ ബേസ് ചെയ്ത് വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളും ടീച്ചിങ്ങുകളും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ പ്രൈമറിലി ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ പഠിക്കണം. ഇല്ലാണ്ട് നമുക്കിങ്ങനെ
ആൻസർ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ കോൺസെപ്റ്റ് പഠിച്ചതിന് ശേഷം നന്നായി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്കാണ് ഈ 2 തരത്തിലുള്ള ചോദ്യങ്ങളെയും നന്നായി ബാലൻസ് ചെയ്ത് ടീച്ചിങ്ങിൽ ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു സെഷനിൽ നമ്മൾ പ്രൈമറിലി 5 പ്രധാനപ്പെട്ട ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചത്. കോപ്പറേറ്റീവ് ലേണിംഗ്, മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് ഹ്യൂമൻ മെമ്മറി ഒരു പ്രധാനപ്പെട്ട ഏരിയ ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാറ്റഗറീസ് ഒക്കെ നമ്മൾ പഠിച്ചു. ദെൻ വി ഡിസ്കസ്ഡ് അബൌട്ട് ലോസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ലേണിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. മോറൽ ഡെവലപ്മെന്റ് നമ്മുടെ ആ ഒരു മാരത്തൺ സീരീസിന് ശേഷം വന്നിട്ടുള്ള എക്സാംസിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടതുകൊണ്ട് അതൊരു എക്സ്ട്രാ ഏരിയ ആയിട്ട് നമ്മൾ ഇവിടെ ആഡ് ചെയ്തിരുന്നു. സോ അതിനകത്ത് പിയാഷയുടെ തിയറിയും കോൾബർഗിന്റെ തിയറിയാണ് ഫേമസ് ആയിട്ട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. പക്ഷേ പിയാഷയിൽ നിന്ന് നമുക്ക് യൂഷ്വലി കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളത്. അപ്പോൾ നമ്മൾ കോൾബർഗിന്റെ തിയറിയാണ് ഫോക്കസ് ചെയ്ത് അതിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസും വന്ന് കാണാറുള്ളത്. And then we identified the final part അല്ലെങ്കിൽ ഫൈനൽ ടോപ്പിക് ഓഫ് ദിസ് സെഷൻ, ദാറ്റ് ഇസ് CBCS. ഓൾറെഡി നമ്മൾ പറഞ്ഞു ഇതൊരു പുതുതായി വന്ന ഒരു ഐഡിയ എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളുടെ സിലബസിൽ തന്നെ ഈ ഏരിയ അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിലബസിനകത്ത് അത് ഉണ്ടായിരുന്നെങ്കിലും ഇവാലുവേഷൻ്റെ വേറെ ചില ആസ്പെക്ട്സ് ആയിരുന്നു സോഫാർ അവർ കൺസിഡർ ചെയ്തുകൊണ്ടിരുന്ന. റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ CBCSനെ കൂടുതൽ അവർ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണുന്നത് കൊണ്ട് നമ്മൾ അതും ഒരു എക്സ്ട്രാ ഏരിയ ആയിട്ട് ഇവിടെ ഐഡന്റിഫൈ ചെയ്തു. മാരത്തണിൽ നമ്മൾ ആ ടൈപ്സ് ഓഫ് ഇവാലുവേഷൻ ആണ് ബേസിക് ആയിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. സോ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മാരത്തണിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ആ മാരത്തോണിനോടൊപ്പം ഈ വീഡിയോയിലുള്ള ഏരിയാസ് കൂടെ ചേർത്ത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിനെ കുറിച്ച് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ചില ഏരിയാസ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇങ്ങനെയുള്ള സെഷൻസ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിൽ കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആകട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാപ്പി ലേണിംഗ്.